ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. രണ്ട് കുട്ടികൾ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഒരു ദിവസം രാത്രി അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ അമ്മയ്ക്ക് ഒരു വാഹനാപകടം ഉണ്ടാവുകയാണ്. അമ്മ കോമയിലേക്ക് പോയി. ഇതിനുശേഷം അപ്പൂപ്പനാണ് അമ്മൂമ്മയാണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേര് ഇവരെ അവരുടെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. സത്യം പറയുകയാണെങ്കിൽ കുട്ടികളുടെ ഉള്ളിൽ നല്ല പേടിയുണ്ട്. കാരണം ഇത് അപ്പൂപ്പൻ തന്നെ ആയിരിക്കുമോ അമ്മൂമ്മ തന്നെ ആയിരിക്കുമോ? ആ പേടിയുടെ പുറമെ അവിടെ വെച്ച് അവർ മറ്റൊരു കാര്യം കൂടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. വീടിന്റെ ചുമരിലായിട്ട് ഒരു ഹോള്. എന്നാൽ ഈ രണ്ട് പിള്ളേർക്കല്ലാതെ മറ്റാർക്കും ഈ ഒരു ഹോള് കാണാനും കഴിയുന്നില്ല. ഈ പിള്ളേരാണെങ്കിൽ ഇതിന്റെ ഉള്ളിലൂടെ നോക്കുന്ന സമയത്ത് ഇതിനപ്പുറം മറ്റൊരു വീടുള്ളതായിട്ട് കാണുകയാണ്. അതുപോലെ തന്നെ വല്ലാത്തൊരു പൈശാചികമായിട്ടുള്ള രൂപത്തിനെയും അതിന്റെ ഉള്ളിൽ കാണുകയാണ്. എന്താണ് ആ ഹോളിന്റെ രഹസ്യം? ഇവര് കാണുന്ന ആ ഒരു പിശാച് അതെന്താണ്? ശരിക്കും ആ അപ്പൂപ്പനും അമ്മൂമ്മയും ഇവരുടെ തന്നെയാണോ? ഭയങ്കര രസമുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ മൂവിയുടെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. സോ പോകല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സിനിമയുടെ ആരംഭത്തിൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാക്യം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. സത്യമുണ്ടല്ലോ, അത് ഇരുളാൽ മറക്കപ്പെട്ട ഒരു തുള പോലെയാണ്. നമ്മുടെ കണ്ണുകൊണ്ട് ആ ഒരു സത്യത്തെ കാണാനോ മനസ്സിലാക്കാനോ ഒന്നും കഴിയില്ല. എന്നാൽ അതെല്ലാ കാലവും ഒരുപോലെ ആയിരിക്കില്ല. അവിടെയും വെളിച്ചം വരും. സത്യം അതിന്റെ ആ ഒരു വാതിൽ തുറന്നുകൊണ്ട് പുറത്തേക്ക് വരും. ഇങ്ങനെ ചില കാര്യങ്ങൾ കഥയുടെ ആരംഭത്തിൽ പറയുന്നുണ്ട്. ഇതെന്താണ് ഈ കഥയുമായിട്ട് ഇതിന് ബന്ധം എന്ന് ചോദിക്കുകയാണെങ്കിൽ സംബന്ധർക്ക്. എന്തായാലും ഇതിനുശേഷം നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് ഒരു ഫാമിലിയിലേക്കാണ്. ആ ഫാമിലിയിലുള്ളത് 3 പേരാണ്. ഒരമ്മയും 2 കുഞ്ഞുങ്ങളും. മൂത്തത് പെൺകുട്ടിയാണ്, അവളുടെ പേര് ഹാന എന്നാണ്. രണ്ടാമത്തേത് ഒരു പയ്യനാണ്, ജോഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവന്റെ കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ചെറിയൊരു മുടന്തുണ്ട്. എന്നിരുന്നാലും അവന് നല്ലൊരു അടിപൊളി ടാലന്റ് ഉണ്ട്. നന്നായിട്ട് ചിത്രം വരയ്ക്കും. അതുപോലെ 2 കുട്ടികളും ഇപ്പൊ പഠിക്കുന്നത് സ്കൂളിലാണ്. രണ്ടുപേരെയും കൊണ്ടാക്കുന്ന വഴിയിൽ ഇവരുടെ അമ്മയായിട്ടുള്ള റേച്ചല്, തൽക്കാലം നമുക്ക് ആ ഒരു പേര് വെക്കാം, റേച്ചല് പറയാണ്, എനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ട് മക്കളെ, എന്തായാലും ഞാൻ നേരത്തെ വരാൻ വൈകുന്നേരം, നമുക്കും അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറയണം. അങ്ങനെ 2 കുട്ടികളെ സ്കൂളിലാക്കിയിട്ട് റേച്ചല് നേരെ ഓഫീസിലേക്ക് പോയി. ഓഫീസിൽ പോയപ്പോൾ പ്രൊമോഷനൊക്കെ അല്ലേ, അവൾക്ക് വേണ്ടി എല്ലാവരും ഒരു പാർട്ടി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ ബോസ് വന്നിട്ട് റേച്ചലിനോട് പറയാണ്, റേച്ചലെ നേരത്തെ പോകരുത് കേട്ടോ, ഇന്ന് ചെറിയൊരു മീറ്റിംഗ് കൂടെ ഉണ്ട്, അതുകൂടെ കഴിഞ്ഞിട്ട് നീ പോയിക്കോ. ആ ഓക്കെ എന്ന് റേച്ചൽ പറയാണ്. എന്തായാലും നേരത്തെ എത്താന്ന് മക്കളോട് പറഞ്ഞു. പക്ഷേ ജോലിയുടെ കാര്യത്തിൽ നമ്മുടെ റേച്ചൽ പക്കയാണ്. അവിടെ പാർട്ടിയില്ല, സെലിബ്രേഷനില്ല, ഒന്നുമില്ല. ഇതേ സമയത്തിന് സ്കൂളിൽ കാണിക്കുകയാണ്. നമ്മുടെ മൂത്ത പെണ്ണുണ്ടല്ലോ ഹാന, അവൾ സ്കൂളിൽ തന്നെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് കേട്ടോ. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഈ ചിയർ ഗേൾസിന്റെ ഒരു ടീം ഉണ്ടാവുമല്ലോ, അതിന്റെ ക്യാപ്റ്റനാണ് ഹാന. എല്ലാ വർഷവും അവള് തന്നെയാണ്. ഇപ്പൊ അവരുടെ ഒരു ടീച്ചർ വന്നിട്ട് പറയാണ്, ഹാന ഇത്തവണ നമ്മളൊരു ഇലക്ഷൻ നടത്താൻ വേണ്ടി പോവാണ്. ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി എല്ലാവരും നിന്നെ തന്നെ സെലക്ട് ചെയ്യുള്ളൂ. എല്ലാവർക്കും നമ്മുടെ ഹാനയെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ആ ഒരു മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഹാനയുടെ കൂട്ടുകാരായിട്ടുള്ള സാറ് പറയണ, ഹാന നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, എപ്പോഴത്തെയും പോലെ നീ തന്നെയായിരിക്കും ക്യാപ്റ്റൻ, അതിന് നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും, എന്റെ എല്ലാ സപ്പോർട്ടും നിനക്ക് ഉണ്ടാവും. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഹാന വീട്ടിലേക്ക് വരുമ്പോൾ അവളുടെ അനിയൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ജൂഡിന്റെ കൂടെ തന്നെ അവന്റെ ഒരു കൂട്ടുകാരനായിട്ടുള്ള ഡാനി ഉണ്ടായിരുന്നു. രണ്ടുപേരും തമ്മിൽ അങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാന ഇപ്പോൾ ഇത് വലിയ രീതിയിൽ മൈൻഡ് ചെയ്യാതെ ഒന്ന് നോക്കിയിട്ട് നേരെ മുകളിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ അവള് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഡാനി പറയണേ, ജോടെ നീ കളിക്ക്, ഞാൻ ഇപ്പൊ വരാന്ന്. അല്ല നീ എങ്ങോട്ടേക്ക് പോകുന്നേ ചോദിച്ചപ്പോൾ ഇതൊന്നും കേൾക്കാതെ ഡാനി നേരെ മുകളിലേക്ക് കരിച്ചില്ലാണ്. ജൂഡ് അവനെങ്ങനെ വിളിക്കുന്നുണ്ട് എന്ന് അവൻ ഇതൊന്നും കേൾക്കുന്നില്ല. ഡാൻ ഇപ്പൊ നേരെ ചെന്നത് ഹാനയുടെ മുറിയിലേക്കാണ്. അവളുടെ ആ ഒരു വാതിലിന്റെ ഇടയിലൂടെ നോക്കുന്നുണ്ട്. മാത്രമല്ല അവള് വസ്ത്രം മാറുന്നുണ്ടല്ലോ, അതും വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ആ ഒരു റൂമിലേക്ക് കയറാൻ നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഹാന വന്നിട്ട് റൂം ഇറുക്കി അടക്കുകയാണ്. അവനെ തള്ളി മാറ്റുകയാണ്. ഒച്ചയും ബഹളും കേട്ടിട്ട് താഴെ ഉണ്ടായിരുന്ന നമ്മുടെ ജൂഡ് മുകളിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവന്റെ ആ ഒരു കാല് വെച്ച് വേഗത്തിൽ കയറാൻ കഴിയില്ല. എങ്ങനെയൊക്കെയോ വരാൻ നോക്കുന്നുണ്ട്. ഇതേ സമയത്തിന് ഡാനി താഴേക്ക് വന്നിട്ട് ജൂഡിനെ ഭീഷണിപ്പെടുത്തുകയാണ്. നിന്റെ ചേച്ചിയുടെ നല്ലൊരു അടിപൊളി ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഇത് ആരോടും പറയാൻ നിൽക്കണ്ട, ചുമ്മാ എനിക്കിട്ട് പണിയാനും നിൽക്കണ്ട, ഞാനിത് സ്കൂളിൽ മുഴുവനായിട്ട് വൈറലാക്കും, ഇതും പറഞ്ഞ് അവനെ വല്ലാതെ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. സോ ചേച്ചിയുടെ പ്രൈവസി ആയിട്ടുള്ള ആ ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ ജൂഡ് നന്നായിട്ട് പേടിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ ഡാനി പോയി കഴിഞ്ഞു. അതുപോലെ തന്നെ ഹാന അമ്മയെ വിളിക്കുകയാണ്. നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ അമ്മ, അതായത് റേച്ചൽ പറയാണ്, എന്തിനാണ് അവന്റെ കൂട്ടുകാരേക്ക് വീട്ടിലേക്ക് ഇങ്ങനെ കയറ്റുന്നത്, ആരാതിനുള്ള പെർമിഷൻ കൊടുത്തത്? ഇതേ സമയത്തിന് ഹാന കരഞ്ഞുകൊണ്ട് പറയാണ്, അമ്മ അവന്റെ കയ്യിൽ ഒരു വീഡിയോ ഉണ്ട് തോന്നുന്നു. ഇപ്പൊ റേച്ചൽ പറയണ, മോളൊന്നുകൊണ്ടും പേടിക്കേണ്ട, അമ്മ വേഗം എത്താൻ ഒരു ജോലിയുണ്ട്, അത് തീർത്ത പാട് വരെ ഒരു കാര്യം ചെയ്യ്, കഥകും ജനലും എല്ലാം നന്നായിട്ട് അടച്ചിട്ട് രണ്ടുപേരും ഒരു റൂമിൽ ഒരുമിച്ചിരുന്നു എന്ന് പറയാണ്. അങ്ങനെ രാത്രിയായി. ഇപ്പോൾ റേച്ചൽ അവളുടെ ആ ഒരു ജോലിയെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. വരുന്ന വഴിക്ക് അവൾക്കൊരു ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട്. സ്പോട്ടിൽ തന്നെ അവളുടെ ആ ഒരു ബോധം പോവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ വീട്ടില് പിള്ളേരെ നോക്കുകയാണെങ്കിൽ രണ്ടുപേരും ഒറ്റക്കാണല്ലോ. അങ്ങനെ രാത്രിയായപ്പോൾ ഇവരുടെ വീടിന്റെ വാതിൽ ആരോ വന്ന് മുട്ടുകയാണ്. ഹാന അമ്മയായിരിക്കുമെന്ന് കരുതി പോയി തുറന്നു നോക്കുമ്പോൾ ഒരു വൃദ്ധനായിരുന്നു. ഇയാൾ വന്ന പാടേനെ പറയുന്നുണ്ട്, മക്കളെ ഞാൻ നിങ്ങളുടെ അപ്പൂപ്പനാണ്, നിങ്ങൾക്ക് എന്നെ അറിയാൻ സാധ്യതയില്ല. നീ ഹാന, അതുപോലെ തന്നെ ചെറിയ ആള് അവനെവിടെ, ജൂഡ്, രണ്ടുപേരുടെയും പേര് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതെല്ലാം ശരി, പക്ഷെ നിങ്ങൾ എന്തിനാണ് ഈ അസമയത്ത് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഹാന കാര്യമായിട്ട് തന്നെ അവളുടെ അപ്പൂപ്പനോട് ചോദിക്കുകയാണ്. അപ്പൂപ്പൻ പറഞ്ഞു, അപ്പോൾ മോള് കാര്യം അറിഞ്ഞിട്ടില്ല അല്ലേ, അമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, നമുക്ക് ആശുപത്രിയിലേക്ക് പോകില്ലേ. ഇവര് വേഗം ചെന്ന് നോക്കുമ്പോൾ അവരുടെ അമ്മ കോമാവസ്ഥയിൽ കിടക്കുകയാണ്. എന്തായാലും പിള്ളേര് രണ്ടുപേരും ആകെ പേടിച്ചിരിക്കുകയാണ്. ഇതേ സമയത്തിന് ഇവരുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മുത്തശ്ശി വന്നിട്ട് മക്കൾക്ക് എന്നെ മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുകയാണ്. മൂത്ത ആളുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇത് ഹാനയല്ലേ. അതുപോലെ തന്നെ ഇളയ ആളുടെ പേര് മറ്റെന്തോ ഒരു പേര് പറയാണ്. ഇപ്പൊ നമ്മുടെ അപ്പൂപ്പൻ പറയാണ്, ഏയ് നീ അവന്റെ ആ ഒരു പേര് മറന്നുപോയോ, ജൂഡെന്നാണ് അവന്റെ പേര്. എന്തായാലും ആശുപത്രിയിൽ മക്കളിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണ്ട, വാ നമുക്ക് വീട്ടിലേക്ക്
പോവാന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പനും അമ്മൂമ്മയും അവർ വിളിക്കാണ് അപ്പൂപ്പന്റെ അമ്മൂമ്മന്റെ വീട്ടിലേക്ക്. എന്നാൽ സത്യം പറഞ്ഞാൽ ഹാനിക്കും ജൂഡിനും ഇപ്പോഴും സംശയം മാറിയിട്ടില്ല. ഇത് ശരിക്കുള്ള അപ്പൂപ്പനും അമ്മൂമ്മയും തന്നെ ആയിരിക്കോ? എന്തായാലും ഇപ്പോ അവരുടെ ആ ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവർക്കുള്ള ഒരു മുറി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ മുറിയിൽ അവരുടെ അമ്മയുടെ ചെറുപ്പകാലത്തിൽ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കോമ്പറ്റീഷന് പങ്കെടുത്ത് അന്ന് കിട്ടിയ ഒരു കപ്പ്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള കുറെ ഫോട്ടോസ് ആ റൂമിൽ ഉണ്ടായിരുന്നു. അതായത് ആ റൂം അവരുടെ അമ്മയുടെ തന്നെയാണ്. ഇപ്പൊ ഏകദേശം ഇവർക്കൊരു വിശ്വാസം ആയിട്ടുണ്ട്. രണ്ടുപേരും ഇപ്പൊ കെടുക്കാൻ നിൽക്കാണ്. അതേ സമയത്ത് തന്നെ ഒരു ചെറിയ പെൺകുട്ടി പാട്ട് പാടുന്നതായിട്ട് ഇവർ രണ്ടുപേരും കേൾക്കുകയാണ്. സോ അന്നത്തെ രാത്രി അത്ര നല്ല രീതിയിൽ തന്നെ ഹാനിക്കും അതുപോലെ ജൂഡിനും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഉള്ളിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ യൂണിഫോമും കാര്യങ്ങളൊക്കെ മാറ്റി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരികയാണ്. ആ സമയത്ത് ഇവരുടെ അപ്പൂപ്പനുണ്ടല്ലോ, ഇവരുടെ അമ്മ റേച്ചൽ എങ്ങനെയാണോ ഇവർക്ക് ഭക്ഷണം നല്ല അടിപൊളിയായി ഉണ്ടാക്കി കൊടുക്കുക, അതേ പാറ്റേണിൽ തന്നെ അപ്പൂപ്പൻ ഉണ്ടാക്കി വെച്ചിരിക്കുക. പിന്നീട് ഭക്ഷണം കഴിക്കാനായിട്ട് കുട്ടികളോട് അവിടെ ഇരിക്കാൻ പറയുന്നുണ്ട്. ഇതേ സമയത്തിന് അപ്പൂപ്പൻ പറയാണ്, മക്കളെ നിങ്ങളൊരു കാര്യം ആദ്യം മനസ്സിലാക്കണം, നമ്മുടെ അമ്മൂമ്മയുണ്ടല്ലോ, അമ്മൂമ്മയ്ക്ക് ഓർമ്മശക്തി ഇച്ചിരി കുറവാണ്. ഇന്ന് പറഞ്ഞ കാര്യമായിരിക്കില്ല നാളെ പറയാൻ പോകുന്നത്. ഇന്നലെ തന്നെ കണ്ടോ മോന്റെ പേര് മാറ്റി പറഞ്ഞത്. അതുപോലെ അവൾക്ക് ചെറിയൊരു ഓർമ്മയുടെ പ്രശ്നമുണ്ട്. നിങ്ങളുടെ മുത്തശ്ശിയല്ലേ, നല്ല പ്രായമായില്ലേ, നോക്കല് നമ്മുടെ കടമയല്ലേ. എന്തായാലും ഇതിനുശേഷം ഇവര് നേരെ ആശുപത്രിയിലേക്ക് ചെല്ലുകയാണ്. അമ്മയുടെ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല. അതുപോലെ തന്നെ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ വീണ്ടും അമ്മ കുറച്ച് ദിവസം കൂടെ ഇവിടെ കിടക്കണം, കോമാവസ്ഥയിൽ തന്നെ ആയിരിക്കും എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ ഹാനിക്കും നമ്മുടെ ജൂഡിനും വേറെ വഴിയൊന്നുമില്ല, അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും കൂടെ പോവല്ലാതെ. അങ്ങനെ അവരുടെ ആ ഒരു ഡ്രസ്സ്, ബാക്കിയുള്ള ആ ഒരു കാര്യങ്ങൾ, ഇവരുടെ ആ ഒരു പ്രിയപ്പെട്ട പൂച്ച, ഇതിനെല്ലാം എടുത്തുകൊണ്ട് നേരെ അവരുടെ ആ ഒരു പഴയ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്തായാലും സാധനങ്ങളുമായിട്ട് നമ്മുടെ ജൂഡാണ് ആദ്യം ഉള്ളിലേക്ക് വന്നത്. ഉള്ളിലേക്ക് വന്ന സമയത്ത് യാദൃശികമായിട്ട് അവനൊരു കാര്യം കാണുകയാണ്. ചുമരിന്റെ ഭാഗത്തായിട്ട് ഒരു കറുത്ത ഹോള്. ഇതെന്താണ് ഇതിന്റെ അപ്രഭാഗം എന്നറിയാനുള്ള ആ ഒരു ആശ്ചര്യം കാരണം അവൻ ആ ഒരു ഹോളിലൂടെ അപ്പുറത്തേക്ക് നോക്കുകയാണ്. ശരിക്കും അതിലൂടെ കണ്ട കാഴ്ച കണ്ട് അവൻ ഞെട്ടിപ്പോവാണ്. അതായത് ഈ വീട് എങ്ങനെയാണോ അതിൻ്റെതായിട്ടുള്ള അതേ ഒരു കോപ്പി തന്നെ, അതുപോലെ മറ്റൊരു കാഴ്ച കൂടെ കണ്ട് അവൻ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം അവൻ കണ്ട കാഴ്ച അതൊരു പിശാചിന്റേതായിരുന്നു. എന്തായാലും അങ്ങോട്ടേക്ക് വന്ന ഹാന ചോദിക്കുകയാണ്, എന്താണ് ജൂടെ വന്ന പാട് തന്നെ ഇതുപോലെ ചുമരിൽ ഓട്ടേക്ക് ഇട്ട് കളിക്കുന്നത്, എന്താണിത്? ഇപ്പൊ ജൂഡ് പറയാണ്, ഏയ് ഞാനൊന്നുമല്ല ചേച്ചി, ഇത് ഞാൻ വരുമ്പോ തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ അതിന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഇങ്ങനെയൊക്കെ കാഴ്ചകൾ കണ്ടു എന്നും ഇപ്പൊ ജൂഡ് പറയാണ്. നീ ഒന്ന് പൊയ്ക്കുക അവിടുന്ന്. എന്തായാലും അപ്പൂപ്പനോട് ഈ ഒരു കാര്യമൊക്കെ പറയാം, അപ്പൂപ്പൻ വന്ന് നന്നാക്കിക്കോളും. അങ്ങനെ രാത്രി ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ജൂഡിന് ഈ ഭക്ഷണമൊന്നും അങ്ങനെ ഇഷ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ബാക്കി വെക്കുന്നുണ്ട്. എന്നാൽ മുത്തശ്ശി ചോദിക്കുകയാണ്, ഇതെന്ത് കഴിക്കാത്തത്, മര്യാദക്ക് മുഴുവനും കഴിക്കുന്നു പറയാണ്. അതും ഭയങ്കരമായിട്ട് ശകാരിക്കുന്ന രീതിയിൽ, ഇതെന്ത് ഈ തള്ളക്ക് വട്ടാണോ എന്നിങ്ങനെ ജൂഡ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹാന ചോദിക്കുകയാണ്, മുത്തശ്ശി എന്റെ ഒരു പൂച്ച ഉണ്ടായിരുന്നില്ലേ, അത് എവിടെയും ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയാണ്, അത് പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ മാന്തിയും കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു, എനിക്കെന്തോ അറപ്പ് തോന്നി, അതുകൊണ്ട് ഞാൻ അതിനെടുത്ത് വെളിയിലിട്ടു. എന്താ മുത്തശ്ശി ചെയ്തത്, അത് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിലോ, എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടതാണെന്നറിയോ പൂച്ച. ഇപ്പൊ ഇത് കേട്ട അപ്പൂപ്പൻ പറയാണ്, മോളെന്തിനെങ്ങനെ പേടിക്കുന്നത്, അതിനെന്തായാലും വിശക്കുമ്പോൾ അത് കൂളായിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും എന്ന് വളരെ നിസാരമായിട്ട് തന്നെ അപ്പൂപ്പൻ ഹാനിയോട് പറയാണ്. ഹാനിക്ക് എന്തോ ഇത് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല. എന്തായാലും ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഹാനിയും ജൂഡും ഇവർ കണ്ട ആ ഒരു ഹോളിനെ കുറിച്ച് പറയുന്നുണ്ട്. എവിടെ, ഏത് ചുമരിലാണ് നിങ്ങൾ കണ്ടേ? ഇപ്പൊ മുത്തശ്ശനും അതുപോലെ തന്നെ മുത്തശ്ശിയും രണ്ടുപേരും അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ ഇവർ പറയുന്ന സ്ഥലത്ത് ആ ഒരു ഹോള് കാണാനില്ല. നിങ്ങൾക്ക് എന്താ പിള്ളേരെ വട്ടാണോ, ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഹോള് അവിടെ കാണാൻ കഴിയുന്നില്ല. എന്തായാലും ഇതേ സമയത്തിന് മുത്തശ്ശിക്ക് ദേഷ്യം വരികയാണ്. മര്യാദക്ക് പോയിട്ട് കിടന്നുറങ്ങിയോ, സമയം 8 മണിയായി. അതും ഭയങ്കര ഹാർഷായിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും നേരെ മുറിയിലേക്ക് ചെന്നു. രണ്ടുപേർക്കും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ചെറുക്കൻ ജൂഡ് ചോദിക്കുന്നുണ്ട്, അല്ല ചേച്ചി ഇത് നമ്മുടെ ശരിക്കുള്ള അപ്പൂപ്പനും അമ്മൂമ്മയും തന്നെ ആയിരിക്കുമോ? ഇപ്പൊ ഹാന പറയാണ്, ആയിരിക്കോടാ, നമ്മൾ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടേയല്ലേ. അതല്ല ചേച്ചി, അങ്ങനെ അപ്പൂപ്പനും അമ്മൂമ്മയും ആണെങ്കിൽ അമ്മ എന്താ അവരെ കുറിച്ച് നമ്മളോട് ഒരു കാര്യം ഇതുവരെ പറയാതിരുന്നത്, അതിലെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ലേ എന്ന ആ കാര്യത്തിന് ഹാനയുടെ കയ്യിലും ഉത്തരവില്ലായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു രണ്ടുപേരും ഉറങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ രണ്ടുപേരും യൂണിഫോം കിട്ട് സ്കൂളിലേക്ക് പോകാനായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ആ ടേബിളിൽ വന്നിരിക്കുകയാണ്. ഇതേ സമയത്ത് രണ്ടുപേർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ മുത്തശ്ശി ഉണ്ടല്ലോ ഒരു വല്ലാത്ത രീതിയിൽ ഈ ജൂഡിനെ നോക്കുകയാണ്. എന്നിട്ട് അവന് മാത്രമായിട്ടൊരു കുപ്പിയിൽ ഒരു പാല് കൊടുത്തിട്ട് പറയണം, മോനെ ഈ പാലൊക്കെ കുടിക്കുക, കാൽഷ്യം ഉണ്ട്, നല്ല എല്ലിനൊക്കെ സ്ട്രോങ് ആവും. ഇപ്പൊ ജൂഡിന് മനസ്സിലായി അവന്റെ കാല് കണ്ടിട്ടാണ് മുത്തശ്ശി ഈ രീതിയിൽ എല്ലിന് ബലം വെക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാല് തരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ കാല് ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും സ്കൂളിൽ പോയി ഇന്റർവെല്ലായ സമയത്ത് ജൂഡിന്റെ അടുത്തേക്ക് മറ്റേ ഒരു പയ്യനുണ്ടല്ലോ ഡാനി, അവൻ വന്ന് നമ്മുടെ ജൂഡിനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ചേച്ചിയുടെ ഒരു വീഡിയോ എന്റെ കയ്യിലുണ്ടാ, ദാ നോക്കടാ എന്ന് പറഞ്ഞിട്ട് അവനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഹാൻ അങ്ങോട്ടേക്ക് വരികയാണ്. ഡാനിയോട് പറയാണ്, മര്യാദക്ക് ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോ, അല്ലെങ്കിൽ ഇനി അടുത്തതായിട്ട് നീ റിപ്പീറ്റ് ചെയ്താൽ ഞാൻ പ്രിൻസിപ്പളുടെ റൂമിലേക്കായിരിക്കും നേരെ പോകാൻ പോകുന്നത്, നമുക്ക് കാണാന്ന് പറഞ്ഞിട്ട് ഡാനി ഇപ്പൊ ഇവിടുന്ന് പോയിട്ടുണ്ട്. 1-2 ദിവസം കഴിഞ്ഞു. ഇപ്പൊ ജൂഡിന്റെ ആ ഒരു വീട്ടിലേക്ക് ഈ ഡാനി വെറുതെ വലിഞ്ഞു കയറി വരികയാണ്. അവനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. താല്പര്യമൊന്നുമില്ല, എന്നാൽ ഇവനായിട്ട് തള്ളി പറഞ്ഞയക്കാൻ പറ്റില്ലല്ലോ. മുത്തശ്ശിനും മുത്തശ്ശി ഇപ്പൊ വീട്ടിലും ഇല്ല. എന്നാൽ ഇതേ സമയത്ത് തന്നെ ജൂഡ് വീണ്ടും ആ ഒരു ഹോളിൽ നിന്നും എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ കേൾക്കുകയാണ്. അവൻ പതിയെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. വല്ലാതെ അമ്പരപ്പോട് കൂടിയിട്ട് അങ്ങോട്ട് നോക്കുകയാണ്. എന്ന് ഇവന്റെ ഈ കളി കണ്ടിട്ട് ഡാനി ചോദിക്കുകയാണ്, അല്ലടാ നിനക്കത് പ്രാന്തായോ? ആ ഒരു ചുമരിലേക്ക് നോക്കി ഇങ്ങനെ ഞെട്ടി നിൽക്കാൻ മാത്രം എന്താണ് അവിടെ ഉള്ളതെന്ന് പറയുമ്പോൾ ഇപ്പൊ ജൂഡ് പറയണ, നീ അവിടെ ഒരു ഹോള് കാണുന്നുണ്ടോ? എവിടെ, ഞാനൊന്നും കാണുന്നില്ല എന്ന് പറയണ. ഇപ്പൊ ജൂഡ് ശബ്ദം കേട്ട് ആ ഹോളിന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ വല്ലാത്തൊരു കാഴ്ച കാണാണ്. ഒരു തടിച്ച കുട്ടി ഒരു പിശാചിന്റെ രൂപത്തിൽ അവളുടെ വായിന്ന് മൂക്കുന്നൊക്കെ രക്തവും വരുന്നുണ്ട്. അവനാകെ പേടിച്ചുപോയി. ഇതെന്താടാ നീ ഇങ്ങനെ ആവശ്യമില്ലാതെ എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നത്, ഇവിടെ ഒന്നും കാണാനില്ലല്ലോ, വെറുതെ ചുമരിലേക്ക് നോക്കി കണ്ണ് വെച്ചിട്ട് നീ ആളെ പൊട
പൊട്ടനാക്കാൻ നോക്കുകയാണ്. ഇപ്പൊ ജൂഡ് പറയണ ഒരു കാര്യം ചെയ്യ്, ഞാൻ പറയുന്ന സ്ഥലത്ത് നീ നിന്റെ കണ്ണൊന്ന് വെച്ച് നോക്ക്, എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്ക്. അങ്ങനെ ഈ ഡാനിയും അവന്റെ ആ ഒരു കണ്ണ് വെച്ച് നോക്കുകയാണ്. എന്നാൽ അപ്പുറത്തുണ്ടായിരുന്ന ഒരു ആത്മാവലിയിൽ ആ ഒരു പിശാച് അവന്റെ കണ്ണിനിട്ട് ഒരേറ്റ അടി അടിക്കുകയാണ്. അത് മുഖത്ത് മുഴുവനായിട്ടും ആ ഒരു അടി കൊണ്ട് മൂക്കുന്ന ചോര വരികയാണ്. രക്തം ഒലിപ്പിച്ചുകൊണ്ട് അവനിപ്പോ നമ്മുടെ ജൂഡിനെ നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, എടാ നീ പകരം വീട്ടിയതാണല്ലേ, ഞാൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തതിന്റെ പേരിൽ കാണിച്ചു തരടാ. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഹാന വരുന്നുണ്ട്. ജൂഡും പറയാണ്, ചേച്ചി എനിക്കറിയില്ല ഇവിടെ എന്താ സംഭവിച്ചതെന്ന്, ഇവന്റെ മുഖത്ത് രക്തമൊക്കെ വരുന്നുണ്ട്. ആ രണ്ടുപേരും കിടന്ന് എന്റെ മുന്നിൽ നിന്ന് നാടകം കളിക്കാൻ നിൽക്കണ്ട, നോക്കിക്കോ ഞാൻ വരുവടാ, പണി തന്നിരിക്കോടാ ഇതും പറഞ്ഞിട്ട് ഈ ഡാനി ഇവിടുന്ന് പോവാണ്. പെട്ടെന്ന് തന്നെ ഹാനാവും പോയി കഴിഞ്ഞപ്പോൾ ഒരു തുണി എടുത്തുകൊണ്ട് ആ ഒരു ബ്ലഡ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് മുത്തശ്ശി വരികയാണ്. മുത്തശ്ശി വന്ന പാട് തന്നെ ജൂഡിനെ നോക്കിയിട്ട് ഇത് ചെയ്തത് നീ ആയിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ മേത്തേക്ക് ചാടിക്കയറി അവനെ വഴക്ക് പറയാൻ നിൽക്കുകയാണ്. പെട്ടെന്നാണ് മുത്തശ്ശിക്ക് സ്വബോധം വരുന്നത്. ഇപ്പൊ മുത്തശ്ശി പറയണ, മക്കളെ എനിക്ക് മരുന്ന് കഴിക്കാൻ സമയമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ജൂഡിനെ കെട്ടിപ്പിടിച്ച് സോറിയോ അല്ലെങ്കിൽ ക്ഷമയോ ഒന്നും ചോദിക്കാതെ ഹാനയെ കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിക്കുകയാണ്. അങ്ങനെ രാത്രി രണ്ടുപേരും ഉറങ്ങാൻ കിടന്നിട്ടുണ്ട്. എന്നാൽ ജൂഡിന് വല്ലാത്തൊരു കൺഫ്യൂഷൻ, എന്താണ് മുത്തശ്ശി എന്നോട് മാത്രം ഇങ്ങനെ പെരുമാറുന്നത്, തള്ളക്ക് വല്ല പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കുന്ന സമയത്ത് താഴെ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുകയാണ്. ഹാനയും ജൂഡും കൂടെ പതിയെ താഴേക്ക് ചെന്ന് നോക്കുമ്പോൾ ഈ മുത്തശ്ശി ഉണ്ടല്ലോ ഒരുമാതിരി ഒരു പൂച്ചയെ പോലെ ഫ്ലോറിൽ കിടന്ന് ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ ഒരു മുത്തശ്ശിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനായിട്ട് അപ്പൂപ്പൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ പൂച്ചയെ പോലെ കിടക്കുന്ന ഈ മുത്തശ്ശി പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ ക്ഷമിച്ചു തരില്ല, മര്യാദക്ക് വന്ന് റൂമിൽ കിടന്നു എന്ന് ഈ അപ്പൂപ്പൻ പറയുമ്പോൾ ഇല്ല ഞാൻ വരില്ല, ഞാൻ നിനക്ക് ക്ഷമിച്ചു തരില്ല എന്നൊക്കെ ഈ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ ഇതിന്റെ അർത്ഥം എന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഈ വീട് അത്ര പന്തിയല്ല, കുറച്ച് സ്ട്രേഞ്ച് ആയിട്ട് തന്നെ രണ്ടുപേർക്കും തോന്നുകയാണ്. പിറ്റേ ദിവസം രാവിലെയായി. സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഭക്ഷണം കഴിക്കാനായിട്ട് ടേബിളിലേക്ക് പോയിരുന്ന സമയത്ത് ഇന്നലെ കണ്ട ആ ഒരു മുത്തശ്ശിയെ എല്ലാവരും ഇപ്പോൾ വളരെ കൂളായിട്ടാണ് സംസാരിക്കുന്നത്. പിള്ളേർക്ക് ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ അപ്പൂപ്പൻ ഉണ്ടല്ലോ ഇപ്പൊ ഈ വീട്ടിലില്ല. ഇയാൾ ശരിക്കും ഒരു പോലീസുകാരനാണ് കേട്ടോ, ഇപ്പൊ റിട്ടയർഡ് ആയിട്ടുണ്ട്. ഇപ്പൊ ഈ അപ്പൂപ്പൻ നേരെ ചെന്നത് ഇയാളുടെ കൂടെ പണ്ട് വർക്ക് ചെയ്ത ഒരു പോലീസുകാരന്റെ അടുത്തേക്കാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്റെ മകളുടെ അപകടത്തിന് കാരണമായത് ആരാണ് അവളുടെ കാറിനിട്ട് ഇടിച്ചത്. ഇപ്പൊ കേസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച ആ ഒരു പോലീസുകാരൻ പറയാണ്, എന്തായാലും ഇടിച്ചത് ഒരു പണക്കാരനായിട്ടുള്ള പയ്യനാണ്, എന്നാൽ അറസ്റ്റ് ചെയ്തത് അവനെയല്ല, കുറ്റം മറ്റൊരാളെ ഏറ്റെടുത്തിട്ട് അവനെയാണ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ അപ്പൂപ്പന് ഇത് തീരെ ഇഷ്ടാവുന്നില്ല. അതെങ്ങനെയാണ് കാശുള്ളവർക്ക് എന്ത് കുറ്റം ചെയ്താലും രക്ഷപ്പെടാ എന്നാണോ? അതൊന്നും നടക്കാൻ പോകുന്നില്ല. നീതി അത് കറക്റ്റായിട്ട് തന്നെ കിട്ടണം. മര്യാദക്ക് അവന്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും എനിക്ക് താന്നപ്പോ ഈ അപ്പൂപ്പൻ കൂടെ വർക്ക് ചെയ്ത ആ ഒരു പഴയ പോലീസുകാരനോട് പറയാണ്. അടുത്ത സീനിൽ വീണ്ടും നമ്മുടെ ഹാനയെ കാണിക്കുകയാണ്. നേരത്തെ ആ ഒരു പയ്യൻ, അതായത് ഡാനി വന്നിട്ട് അവന്റെ മൂക്കിന് അടിയെല്ലാം കിട്ടിയല്ലോ. അവൻ ആ ഒരു വെപ്രാളത്തിൽ ഇവിടുന്ന് പോകുമ്പോൾ അവന്റെ ആ ഒരു ഫോൺ എടുത്തിട്ടില്ലായിരുന്നു. അതിപ്പോ ഹാനയുടെ കയ്യിൽ കിട്ടുകയാണ്. അവളെന്തായാലും ഹാപ്പിയായി. അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലാണല്ലോ. അതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജൂഡ് വീണ്ടും ആ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഹാനി അടുത്തുണ്ടായിരുന്നു. ചേച്ചി കേട്ട ആ ഒരു ശബ്ദം? ഞാനും കേട്ടു എന്ന് പറയാണ്. അങ്ങനെ ഇപ്പൊ ജൂഡ് ചെന്നിട്ട് പതിയെ അതിന്റെ ഉള്ളിലൂടെ നോക്കുന്ന സമയത്ത് വല്ലാത്തൊരു രൂപത്തിൽ നിൽക്കുന്ന ആ ഒരു പെൺ പിശാചിനെ കാണുകയാണ്. ആ ഒരു കുട്ടി പിശാചിനെ അവനാകെ പേടിച്ചു പോയി. അതിന്റെ ദേഹത്തേക്ക് ഒരുപാട് രക്തം ഉണ്ടായിരുന്നു. ഇതിങ്ങനെ ചേച്ചിയോട് ഹാനിയോട് പറഞ്ഞപ്പോൾ ഹാനിയെ നോക്കുകയാണ്. എന്നാൽ ഹാന നോക്കുന്ന സമയത്ത് ഒരു ചെറിയ ഡോറിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു കുട്ടി പിശാച് പതിയെ ഇങ്ങനെ ഇഴഞ്ഞു വരികയാണ്. ദേഹം നിറയെ രക്തമാണ്. അവളാകെ പേടിച്ചു പോയി. അതായത് ശരിക്കും ഈ ചുമരിന്റെ അപ്പുറത്ത് ആ ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അതിനൊരു സഹായം വേണ്ടേ, നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ജൂഡ് പറയണ, ചേച്ചി അത് ജീവനോടെ ഇല്ലാതൊരു പിശാചാണ്. എന്തായാലും വീണ്ടും ഹാന ആ ഒരു ഹോളിലൂടെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് ഇപ്പൊ ആ ഒരു പിശാച് അത് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അതിന്റെ കയ്യിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ പിശാചിന്റെ വായിൽ നിന്ന് മൂക്കിൽ നിന്നെല്ലാം രക്തം ഛർദ്ദിക്കുകയാണ് ആ ഒരു കുഞ്ഞിന്റെ ദേഹത്തേക്ക്. അവളാകെ ഞെട്ടിപ്പോയി ഈ ഒരു കാഴ്ച കണ്ട്. മാത്രമല്ല പെട്ടെന്ന് തന്നെ ജോഡിനോട് പറയണ, ജോഡി നീ പറഞ്ഞത് സത്യം തന്നെയാണ്, അതൊരു മനുഷ്യനല്ല, അതെന്തോ ഒരു പിശാചാണ്. ചിലപ്പോൾ അത് നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ ശ്രമിക്കുന്നതാണെങ്കിലോ. ഇപ്പൊ ജൂഡ് പറയണ, ചേച്ചി ചിലപ്പോൾ ഇത് നമ്മളുടെ രണ്ടുപേരുടെയും ഒരു തോന്നലാവാനുള്ള സാധ്യത, ചിലപ്പോൾ ഇത് നമ്മളുടെ സങ്കല്പം മാത്രമായിരിക്കണം, യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അവിടെ ഉണ്ടാവില്ല. എന്തായാലും ചേച്ചി വാ നമുക്ക് കിടക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും നേരെ മുറിയിലേക്ക് പോയിട്ട് കിടക്കാണ്. ഇതേ സമയത്ത് തന്നെ ഹാന അവളുടെ കയ്യിൽ ആ ഡാനിയുടെ ഫോൺ കിട്ടിയല്ലോ. അതിൽ ഓരോ വിഷ്വൽസ് ഒക്കെ അവൾ നോക്കുമ്പോൾ അവളുടെ ഒന്നല്ല 2-3 വീഡിയോസ് ഉണ്ടായിരുന്നു. അതും ഫുൾ ന്യൂഡായിട്ട് ഹാന കുളിക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ. ഇതൊക്കെ എങ്ങനെയാണ് ഇവന്റെ ഫോണിലേക്ക് വന്നത്? ഇതും ആലോചിച്ച് ഹാന ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് കരയാൻ തുടങ്ങുകയാണ്. ഇതേ സമയത്ത് ഉറങ്ങാൻ കിടന്ന നമ്മുടെ ജൂഡുണ്ടല്ലോ, അവൻ എന്തോ ഒരു പ്രത്യേകതരം പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ പതിയെ തലയിൽ നിന്നും ആ ഒരു ബെഡ്ഷീറ്റ് മാറ്റി നോക്കുമ്പോൾ അവന്റെ ചേച്ചി ഉണ്ടല്ലോ ഹാനയുടെ അടുത്ത് ആരും ഒരാൾ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല അവള് പതിയെ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ആ ഒരു രൂപം നമ്മുടെ ജൂഡിനെ നോക്കുകയാണ്. അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവനത് ഞെട്ടിപ്പോയി ചാടി എഴുന്നേൽക്കുകയാണ്. സാധാരണ ഇങ്ങനെ ചാടി എഴുന്നേൽക്കുമ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാഴ്ചകൾ ഇല്ലാതാവാറില്ലേ പതിവ്? സാധാരണ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ നമ്മുടെ ജൂഡ് ചാടി എഴുന്നേറ്റപ്പോൾ അവന്റെ മുന്നിൽ തന്നെ ആ ഒരു രൂപം വന്ന് നിൽക്കുകയാണ്. അവൻ കിടന്ന് അലറി വിളിക്കാൻ തുടങ്ങി. ഇപ്പൊ ഉറങ്ങിയിരുന്ന ഹാന ചാടി എഴുന്നേൽക്കുകയാണ്. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ജൂഡ് കണ്ട കാര്യം പറയുന്നുണ്ട്. എന്നാൽ ഹാന ഇത് വിശ്വസിക്കുന്നില്ല. ഇവർ രണ്ടുപേരും അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇവരുടെ മുറിയുടെ ആ ഒരു വാതിലുണ്ടല്ലോ, അതിന്റെ അപ്പുറത്തായിട്ട് ആ ഒരു രൂപം അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവരെന്താണോ സംസാരിക്കുന്നത് അത് വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഹാന വേഗം തന്നെ കുളിച്ചു മാറ്റി അനിയനെ വിളിക്കാൻ വേണ്ടി അവന്റെ ബെഡിലേക്ക് വന്ന് അവന്റെ ആ ഒരു ബെഡ്ഷീറ്റ് മാറ്റി നോക്കുമ്പോൾ അവന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ രക്തം വന്ന് കിടക്കുകയാണ്. അത് ആ ഒരു ടീഷർട്ടിലൊക്കെ ആയിട്ടുണ്ട്. അവളാകെ പേടിച്ചു പോയി. എന്താ നിനക്ക് പറ്റിയെന്ന് ജൂഡിനോട് ചോദിക്കുമ്പോൾ അവനും ഒന്നും മനസ്സിലാവുന്നില്ല. ആ വെപ്രാളത്തിൽ ഹാന വേഗം താഴെ കൂടി ചെന്ന് മുത്തശ്ശിയോട് കാര്യങ്ങൾ വിളിച്ചു പറയാണ്, വേഗം വാ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ട്. അങ്ങനെ മുത്തശ്ശി വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും.
കൊടുക്കുകയാണ്. എന്തായാലും ആ ദിവസം ചൂട് സ്കൂളിലേക്ക് പോയില്ല. അടുത്ത സീനിൽ ആശുപത്രിയിൽ കാണിക്കുകയാണ്. ഇപ്പോഴും റേച്ചൽ കോമാവസ്ഥയിൽ തന്നെയാണ്, ബോധം വന്നിട്ടില്ല. അപ്പൊ അവളുടെ അടുത്ത് അവളുടെ അച്ഛനുണ്ട്, അതായത് നമ്മുടെ അപ്പൂപ്പൻ പറയണം, മോളെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായതിനെ ഞാൻ പിടിക്കും, അവനുള്ള പണിഷ്മെന്റ് കൊടുക്കുകയും ഞാൻ ചെയ്യും. ഇതേ സമയത്തിന് വീട്ടിൽ നോക്കുകയാണെങ്കിൽ ജൂഡിന്റെ അടുത്ത് തന്നെ അവന്റെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ഇപ്പൊ മുത്തശ്ശിയോട് അവന്റെ അമ്മയെക്കുറിച്ച്, അതായത് റേച്ചലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഭയങ്കര സന്തോഷമാകുന്ന കാര്യങ്ങൾ ഈ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. നിന്റെ ചേച്ചി ഉണ്ടല്ലോ ഹാന, അവളെ പോലെ തന്നെ ഭയങ്കര ഉഷാറായിരുന്നു നിന്റെ അമ്മയ്ക്കും ചെറുപ്പത്തിൽ. എല്ലാ ആക്ടിവിറ്റിയിലും, ഡാൻസ് ആയാലും പാട്ടായാലും സ്പോർട്സ് ആയാലും എല്ലാത്തിലും അവൾ ഭയങ്കര ആക്റ്റീവായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ചൂട് വരച്ച ഒരുപാട് ചിത്രങ്ങളുണ്ടല്ലോ, ഇതെല്ലാം ഈ മുത്തശ്ശി ഇങ്ങനെ മറിച്ചു നോക്കുന്നുണ്ട്. അതിലൊരു ചിത്രം വളരെ വിചിത്രമായിട്ട് തോന്നുകയാണ്. ഒരു ലേഡി അവരുടെ തലയിൽ ഒരു ഹോള് വന്നതുപോലെ. മുത്തശ്ശിക്ക് ആ ദേഷ്യം വന്നു ഈ ഒരു ചിത്രം കണ്ടിട്ട്. ഇപ്പൊ ചൂടിനോട് ചൂടാവാണ്, എന്തിനാടാ ഇങ്ങനത്തെ ചിത്രം വരയ്ക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ചൂട് മുത്തശ്ശിയോട് പറയണം, മുത്തശ്ശി ഇത് ഞാൻ വരച്ചതല്ല, ഇത് മറ്റാരോ വരച്ചതാണ്, നീ വെറുതെ എന്നോട് നുണ പറയാൻ നോക്കണ്ട, നിന്റെ പുസ്തകത്തിൽ നീ അല്ലാതെ വേറെ ആര് വരക്കാനാ. ഇപ്പൊ അവർ ഇവിടെ നിന്ന് എണീച്ച് പോകാൻ നിൽക്കുമ്പോൾ മുത്തശ്ശി അവന് വേണ്ടിയിട്ട് പാല് എപ്പോഴും ഒരു കുപ്പിയിൽ കൊണ്ടു കൊടുക്കുമല്ലോ, അവനോട് പറയണ പാല് വേഗം കുടിക്കുക, മുഴുവൻ കുടിച്ചു തീർക്കുന്ന പറയാണ്. പിന്നീട് മുത്തശ്ശി പോയി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് നമ്മുടെ ചൂട് ആ ഒരു പാല് കുടിക്കാൻ തുടങ്ങുകയാണ്. ഇതിനിടയിൽ പാലിന്റെ ആ ഒരു ഗ്ലാസ് ഒരു ടേബിളിന്റെ സൈഡിൽ വെച്ചപ്പോൾ താഴേക്ക് വീഴുന്നുണ്ട്. ആ ഒരു കുപ്പി പൊട്ടുകയാണ്. മാത്രമല്ല ആ ഒരു പാല് വന്നിട്ട് നമ്മുടെ ഹാനയുടെ ആ ഒരു പൂച്ചയുണ്ടല്ലോ, അതിനെ പുറത്താക്കിയെങ്കിലും അത് പിന്നീട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പൂച്ചയും നിലത്ത് വീണ ആ ഒരു പാല് അങ്ങനെ നക്കി കുടിക്കുന്നുണ്ട്. അടുത്ത ദിവസമായി ഇപ്പൊ സ്കൂളിൽ കാണിക്കുകയാണ്. ഇപ്പൊ ഹാനയുടെ ആ ഒരു ചിയർ ഗേൾസിന്റെ ആ ഒരു ടീം ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു ലീഡറെ തിരഞ്ഞെടുക്കേണ്ട ദിവസമാണിത്. മാത്രമല്ല എപ്പോഴത്തെയും പോലെ തന്നെ ഹാന തന്നെ ആ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ, അതായത് ലീഡറായിട്ട് വരികയാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഇതിനുശേഷം എല്ലാവരും പോകാൻ നിൽക്കുമ്പോൾ ഹാന നേരെ സാറയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. സാറയോട് പറയണം, എനിക്കൊരു കാര്യം പറയാണ്ട്, എന്നെ ജയിപ്പിക്കാനായിട്ട് നീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ സാറ. ആ ഹാന, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, എല്ലാവരും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് ഹാന സാറയോട് കുറച്ച് ഗൗരവമുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. സാറേ, എന്നോട് എന്തിനാണ് നീ ഒരു കാര്യം ചെയ്തത്, എന്നെ എന്തിനാ നീ ചതിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ സാറ് ചോദിക്കുകയാണ്, ഹാന നീ എന്തീ പറയുന്നത്, ഞാൻ എന്ത് രീതിയിൽ നിന്നെ ചതിച്ചു എന്ന് ഈ പറയുന്നത്. ഹാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ ഡാനിയുടെ ഫോണിൽ ചില പിക്ചേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചില വീഡിയോസും എന്റെ ന്യൂഡാണ്, ഞാൻ കുളിക്കുന്ന വീഡിയോസ് ആണ് അതൊക്കെ. പക്ഷേ ഈ വീഡിയോസ് ഒക്കെ അവൻ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ ശരിക്കും അവന്റെ ആ ഒരു ഫോൺ പരിശോധിച്ചപ്പോൾ നീയും അവനുമായിട്ട് നടത്തിയ ആ ഒരു ചാറ്റ് കണ്ടു. അതായത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കുളിച്ചപ്പോൾ നീ എടുത്ത വീഡിയോ ആണത്, അത് അവന് നീ അയച്ചു കൊടുത്തു. എന്നിട്ട് അത് വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതിലൂടെ ഈ ഒരു ക്യാപ്റ്റൻ സ്ഥാനം നിനക്ക് കിട്ടണം, എന്തിനാടി ഇതിനു വേണ്ടി നീ എന്നെ ഇങ്ങനെ ഈ രീതിയിൽ ഉപദ്രവിക്കാൻ നോക്കിയത്, എന്തൊരു ദുഷിച്ച മനസ്സാടി നിനക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പൊ സാറയ്ക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല, തലയും താഴ്ത്തി നിൽക്കുകയാണ്. കാരണം തെളിവുണ്ട് ആ ഒരു ഫോണിൽ, ഈ ഡാനിയും അതുപോലെ തന്നെ സാറയും അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തതിന്റെ ആ ഒരു തെളിവുണ്ട്. എന്തായാലും ഇത് വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഹാന കംപ്ലൈന്റ് കൊടുക്കുകയാണ്. മാത്രമല്ല അവളുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്തായാലും സ്കൂളെല്ലാം കഴിഞ്ഞ് ഹാന നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ജൂഡിന് തീരെ വയ്യായിരുന്നു. അവന് വിളിക്കുകയാണ്. അവന് എഴുന്നേൽക്കുന്ന സമയത്ത് അവർ ആ ഒരു ഹോളിലൂടെ ഒരു പിശാചിനെ കണ്ടില്ല, ഒരു പെൺകുട്ടിയെ കണ്ടെന്ന് പറഞ്ഞല്ലേ, അവളുടെ മൂക്കിൽ നിന്ന് എങ്ങനെയാണോ രക്തം വരുന്നത് അതേ രീതിയിൽ തന്നെ ഈ ജൂഡിന്റെ മൂക്കിൽ നിന്നും പയ്യെ രക്തം താഴേക്ക് വരാൻ തുടങ്ങുകയാണ്. ഇപ്പൊ ജൂഡ് പറയുന്നത്, ചേച്ചി നമുക്ക് ഇവിടുന്ന് പോകാൻ ചേച്ചി, എനിക്ക് പേടിയാവുന്നു, ഇവിടെ വന്നതിന് ശേഷമാണ് ഇതെല്ലാം തുടങ്ങിയത്. എന്തായാലും ഈ ഒരു കാര്യം ഹാന നേരെ അപ്പൂപ്പനെ വിളിച്ച് പറയുന്നുണ്ട്, അനിയനെ തീരെ വയ്യ, ഇങ്ങോട്ടേക്ക് വരണമെന്ന്. ഇതേ സമയത്ത് തന്നെ അപ്പൂപ്പനെ എവിടെയായിരുന്നു അല്ലേ, അതായത് റേച്ചലിന്റെ ആക്സിഡന്റിന് കാരണമായിട്ടുള്ള ഒരു പണക്കാരനുണ്ട് എന്നല്ലേ, അവനെ ഈ ഒരു അപ്പൂപ്പൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഈ സമയത്താണ് പിള്ളേർ ഇതുപോലെ വിളിക്കുന്നത്. അപ്പൂപ്പൻ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇതേ സമയത്തിന് ഹാന ജൂഡ് രണ്ടുപേരും നോക്കുമ്പോൾ ആ ഹോളിൽ നിന്നും വീണ്ടും ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങുകയാണ്. എന്തായാലും ഇത്തവണ ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട് ഹാന അതിന്റെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് ഇതേ റൂം തന്നെ ഇതുപോലെ തന്നെയുണ്ട്. അവിടെ ഒരു സോഫയുണ്ട്. ആ സോഫയുടെ മുകളിൽ ഏതോ ഒരുത്തൻ കിടന്നുറങ്ങുകയാണ്. ഇനി ബോധമില്ലാതെ കിടക്കുകയാണോന്ന് അറിയില്ല. അപ്പൊ ആ സോഫയുടെ സൈഡിലായിട്ട് ഒരു ചെറിയ മുറി ഉണ്ടായിരുന്നു. അതിന്റെ ആ ഒരു വാതിൽ തുറന്നുകൊണ്ട് ഇവരെപ്പോഴും കാണാറുള്ള ആ ഒരു പെൺകുട്ടി പയ്യെ ഇങ്ങനെ ഇഴഞ്ഞു വരികയാണ്. അധികം വൈകില്ല അവള് വീണ്ടും ഒരുപാട് ചോര ഛർദ്ദിച്ചുകൊണ്ട് അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു പോണ്. അവളാകെ ഞെട്ടി വീണ്ടും കണ്ണ് പുറത്തേക്ക് വലിക്കുകയാണ്. ഇപ്പൊ ഹാന് പറഞ്ഞു, നമ്മൾ ഈ ഒരു കാഴ്ച റിപ്പീറ്റ് ആയിട്ട് വീണ്ടും ഇങ്ങനെ കാണണമെങ്കിൽ അതിനർത്ഥം അവൾ എന്തോ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. ഇതേ സമയത്തിന് ജൂഡ് പറയുന്ന, ചേച്ചി ഇനി ഇതെങ്ങാനും വല്ല വേം ഹോളോ ആയിരിക്കോ? വേം ഹോളോ അതെന്താണെന്ന് ഹാന ചോദിക്കുന്ന സമയത്ത് ജൂഡ് പറയാണ്, ചേച്ചി അത് പിന്നെ ഒരു പ്രത്യേകതരം ഗേറ്റ് ആണ്, നമുക്ക് സ്ഥലകാല പരിധി ഇല്ലാതെ മറ്റൊരു കാലഘട്ടത്തിലേക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണത്. അത് യഥാർത്ഥത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഹോളിലൂടെ കാണുന്ന ആ ഒരു കാഴ്ച അത് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിലുള്ള കാഴ്ചയായിരിക്കില്ല, ഇതിനു മുന്നേ പണ്ട് എപ്പോഴോ നടന്നൊരു കാര്യമായിരിക്കണം. അത് നമ്മൾ നിൽക്കുന്ന ഇതേ മുറിയിൽ തന്നെ. ഞാനിങ്ങനെ പറയാൻ കാരണം ചേച്ചി, നമ്മൾ കാണുന്ന ആ ഒരു മുറിയും ഈ മുറിയും തമ്മിൽ നല്ല സാമ്യമുണ്ട്. ഇപ്പൊ ഹാനയ്ക്കും ആ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ ആ ഒരു ഹോളിലൂടെ നോക്കുന്ന സമയത്ത് അതിന്റെ ചുമരിലായിട്ട് ഒരു ക്ലോക്ക് കാണുന്നുണ്ട്. എന്നാൽ ഇപ്പോ ഈ റൂമിലേക്ക് നോക്കുമ്പോൾ അതുപോലൊരു ക്ലോക്ക് കാണുന്നില്ല. പക്ഷെ ആ ക്ലോക്ക് വെച്ചതിന്റെ ഒരു പാട് അവിടെ ഇപ്പോഴും ഉണ്ട്. അതായത് പെയിന്റ് ഒക്കെ അടിച്ച സമയത്ത് ക്ലോക്ക് വെക്കുകയാണെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ ഈ പെയിന്റ് ഒക്കെ ആകെ മങ്ങി വരുമല്ലോ. എന്നാൽ ആ ക്ലോക്ക് വെച്ച സ്ഥലത്ത് അങ്ങനെ ആ ഒരു പെയിന്റ് വല്ലാതെ മങ്ങിയിട്ടില്ല. അതായത് അതിന്റെ ആ ഒരു പാട് ശരിക്കും അവിടെ കാണാനുണ്ട്. അതുപോലെ തന്നെ ഹാന ഒരു കാര്യം ഓർത്തിങ്ങനെ പറയാണ്, അതായത് മുത്തശ്ശിയോട് എപ്പോഴെങ്കിലും സമയം എത്രയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലോക്ക് വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ അവരൊരു ക്ലോക്ക് ഇല്ല. എന്നിട്ടും അങ്ങോട്ടേക്ക് നോക്കിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശി സമയം പറയാറ്. അവിടേക്ക് ആദ്യം നോക്കും, എന്നിട്ട് വേറെ എവിടെയെങ്കിലും നോക്കി സമയം പറയും. അതായത് എത്രയോ വർഷങ്ങളായിട്ട് അവിടെ ആ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുത്തശ്ശിയുടെ ആ ഒരു തല സമയം ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകുന്നത്. അതിനർത്ഥം എന്താണ്,
പറയുന്നതാണ് നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വെച്ച് തന്നെ ഈ റൂമിൽ വെച്ച് തന്നെ നടന്നതാണ്. അതിന് വ്യക്തമായ ഒരു കാരണം ഉണ്ടാവും. സോ നമ്മൾ കാണുന്ന ആ ഒരു രൂപം നമ്മളോട് എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇപ്പൊ അങ്ങോട്ടേക്ക് അപ്പൂപ്പൻ വരികയാണ്. അപ്പൂപ്പൻ വന്ന് നോക്കുമ്പോൾ ജോഡിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഹാനിയോട് ചോദിക്കുകയാണ്, നീയല്ലേ പറഞ്ഞത് ജോഡിന് തീരെ വയ്യാന്ന്, എന്നിട്ട് ഇപ്പൊ ഒരു കുഴപ്പവും കാണുന്നില്ലല്ലോ. അതല്ല അപ്പൂപ്പ, ഞങ്ങൾ പറയാനുള്ള ആ ഒരു ഹോൾ ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ നിന്ന് വീണ്ടും വീണ്ടും ശബ്ദം കേൾക്കുന്നുണ്ട്. ഇപ്പൊ അപ്പൂപ്പന് വല്ലാതെ ദേഷ്യം വരികയാണ്. നിങ്ങളോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലാത്തൊരു കാര്യത്തിന്റെ പേരിൽ എന്നെ ഇങ്ങനെ വല്ലാതെ ചൊറിയാൻ നിൽക്കരുത് എന്ന്. ഇതിങ്ങനെ കുറേയായി. ഇനി നിങ്ങൾ ആരും അതിലേക്ക് നോക്കുകയും വേണ്ട, മര്യാദക്ക് പോയിട്ട് കിടന്നുറങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്താ പറയുക ചെയ്യുന്നത്, അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ഷെൽഫ് എടുത്ത് ഈ ഹോൾ ഉണ്ടെന്ന് ഈ പിള്ളേര് പറയുന്ന ഭാഗത്തേക്ക് അപ്പൂപ്പൻ ആ ഒരു ഷെൽഫ് വെക്കുകയാണ്. സത്യം പറഞ്ഞാൽ അപ്പൂപ്പൻ ആ ഒരു ഹോൾ നേരിട്ട് കാണുന്നില്ല. എന്തായാലും പിള്ളേര് പോയി കിടന്ന സമയത്ത് അപ്പൂപ്പൻ നേരെ ഇയാളുടെ മുറിയിലേക്ക് ചെന്നിട്ട് ഇയാളുടെ പഴയ സർവീസ് റിവോൾവർ ഉണ്ടല്ലോ ഇതെടുക്കുകയാണ്. അതിൽ ബുള്ളറ്റ് ഫില്ല് ചെയ്യുന്നുണ്ട്. നേരെ പോകുന്നത് ആ ഒരു പണക്കാരനായ പയ്യനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ ആ ഒരു വീട്ടില് ഇപ്പൊ ഇവർ രണ്ടുപേരും തനിച്ചാണ്, ഹാനിയും അതുപോലെ തന്നെ ചൂടും. അങ്ങനെ രാത്രിയായിട്ട് ഒരു ശബ്ദം കേട്ട് ഇവർ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അപ്പൂപ്പൻ വെച്ച ആ ഒരു ഷെൽഫ് ഉണ്ടല്ലോ അത് മുന്നോട്ട് മറിഞ്ഞു വീണിട്ടുണ്ട്. ആ ഒരു ഹോള് അപ്പോ ഇവർക്ക് നേരിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ അപ്പൂപ്പൻ മകളെ, അതായത് റേച്ചലിനെ ആക്സിഡന്റ് ആക്കിയ ആ ഒരു പയ്യനെ ഇയാളെ തേടിക്കൊണ്ട് ഇയാളുടെ പിന്നാലെ തന്നെ ചെല്ലുകയാണ്. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാറിലാണ് പോകുന്നത്. മാത്രമല്ല ഈ അപ്പൂപ്പനാണെങ്കിൽ പോലീസ് വേഷത്തിലാണ്. ഇപ്പൊ ഇവന്റെ കാറിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് അപ്പൂപ്പൻ കാറ് നിർത്തുകയാണ്. അവനാണെങ്കിൽ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ വിചാരിച്ച് ഈ വരുന്നത് ഒരു പോലീസുകാരനാണെന്ന്. ഇനിയിപ്പോ അതൊരു പോലീസുകാരനാണെങ്കിലും അവൻ അത് വലിയ പ്രശ്നമൊന്നുമില്ല. പണത്തിന്റെ ആ ഒരു ഹുങ്ക് നന്നായിട്ടുണ്ട്. ഇപ്പൊ അപ്പൂപ്പൻ പോലീസുകാരനായിട്ട് വന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, അല്ല നീ എന്താ മദ്യപിച്ചിട്ടാണോ വണ്ടി ഓടിക്കുന്നത്? അത് ചോദിക്കാൻ നീ ആരടാ? ഞാൻ വേണമെങ്കിൽ ഇനിയും വെള്ളം അടിക്കുന്നു പറഞ്ഞിട്ട് അവൻ മദ്യപിക്കാൻ നിൽക്കുമ്പോൾ അപ്പൂപ്പൻ അവൻ ആ ഒരു കാറിന്റെ ഉള്ളിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് ഇടുകയാണ്. പിന്നെ അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നുണ്ട് കേട്ടോ. അടി കിട്ടി ഒരു പരുവായ സമയത്ത് അവൻ നിലത്തുനിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പൊ അവൻ കുടിക്കാൻ നോക്കിയ ആ ഒരു കുപ്പി മദ്യം ഉണ്ടല്ലോ ഇത് പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് അത് അവന്റെ ദേഹത്തേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ടുണ്ടല്ലോ ഇവനെ പച്ചക്ക് തീ കൊളുത്തി കളയാണ്. ഈ അപ്പൂപ്പൻ ഇത്രയും ടെററാണെന്ന് വിചാരിച്ചില്ല കേട്ടോ. എന്തായാലും ഇയാൾക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും, അത് ഉറപ്പാണ്. എന്തായാലും ഇവനങ്ങനെ കിടന്ന് തീ കത്തി പെടയുന്ന സമയത്ത് വല്ലാത്തൊരു പ്രതികാരദാഹത്തിൽ ഇയാൾ അതങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആശുപത്രിയിൽ നമ്മുടെ ഈ റേച്ചലിന് ബോധം വന്നിട്ടുണ്ട്. ബോധം വന്ന സമയത്ത് തന്നെ അവള് പിള്ളേരെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഡോക്ടർ പറയാണ്, പിള്ളേരെ നിന്റെ അച്ഛനും അമ്മയും വന്നിട്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയല്ലോ. ഇത് കേട്ട സമയത്ത് റേച്ചൽ ആകെ വേജാറാവുകയാണ്, അതായത് ടെൻഷൻ അടിക്കുകയാണ്. വേഗം തന്നെ ഈ അച്ഛന്റെയും അമ്മയുടെ ആ ഒരു വീട്ടിലേക്ക് അവൾ ഓടി ചെല്ലുന്നുണ്ട്. അതായത് എന്തോ ഒരു അപകടം ഉണ്ട്, അത് നമ്മുടെ റേച്ചലിന് നന്നായിട്ട് അറിയാം. സോ ആ ഒരു കാര്യം എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാമാര് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യടോ. അപ്പൊ നേരെ കഥയിലേക്ക് തന്നെ തിരിച്ചു വരാം. അതായത് അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ഒരു വീട്ടിന്റെ ഉള്ളിൽ തന്നെയാണ്. ഇപ്പൊ ഷെൽഫ് മറിഞ്ഞു വീണിട്ടുണ്ടല്ലോ, അത് ഈ രണ്ട് പിള്ളേരും അതായത് ഹാനയും ചൂടും അതുപോലെ തന്നെ മുത്തശ്ശിയും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി ആ ഒരു ഹോളുള്ള ഭാഗത്തേക്ക് നോക്കിയിട്ട് വല്ലാതെ പേടി കാണിക്കുകയാണ്. അതായത് വല്ലാത്തൊരു ഭയത്തോട് കൂടിയിട്ട് ആ ഒരു ഹോളുള്ള ഭാഗത്ത് നോക്കുകയാണ്. എന്തൊക്കെയോ ചില ശബ്ദങ്ങളും ഈ ഒരു മുത്തശ്ശി കേൾക്കുന്നുണ്ട്. ഇത് ഈ ചൂട് കാണുകയാണ്. എന്താ മുത്തശ്ശി എന്താ പറ്റിയെന്ന് പറയുമ്പോൾ അവിടുന്ന് ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് പറയാണ്. അപ്പൊ മുത്തശ്ശിക്കും ആ ഒരു ഹോള് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ മുത്തശ്ശി തലയാട്ടുകയാണ്. എന്നിട്ട് എന്താ മുത്തശ്ശി ഇത്രയും കാലമായിട്ട് ഞങ്ങളോട് ആ ഒരു കാര്യം പറയാതിരുന്നത്, ഞങ്ങളൊരുമാതിരി പ്രാന്തന്മാരെ പോലെ ആക്കിയത്? ഇപ്പൊ മുത്തശ്ശി ആ ഒരു സത്യം പറയാണ്, മക്കളെ കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ ഈ ഒരു ഹോള് കാണുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ വെച്ച് ആ ഒരു ശബ്ദവും ഞാൻ കേൾക്കുന്നുണ്ട്. മുത്തശ്ശി ആരാണ്? ഞങ്ങളും കാണുന്നുണ്ട് ആ ഒരു രൂപത്തെ. ഏതാണ് ആ കുട്ടി? ദേഹത്ത് മുഴുവൻ രക്തം ഒലിപ്പിച്ചുകൊണ്ട് കാണുമ്പോൾ തന്നെ പേടിയാവുന്ന വല്ലാത്തൊരു രൂപം. ഏതാണ് ആ ഒരു കുട്ടി എന്ന് മുത്തശ്ശിയോട് ചോദിക്കുമ്പോൾ മുത്തശ്ശി ഓരോ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷെ മുഖത്ത് വല്ലാത്തൊരു പേടിയായിരുന്നു. വീണ്ടും ആ ഒരു ഹോളിൽ നിന്നും ശബ്ദം കേൾക്കുന്നുണ്ട്. ഹാന അതിലേക്ക് നോക്കാൻ പോകുമ്പോൾ ഇപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, വേണ്ട മോളെ അങ്ങോട്ടേക്ക് നോക്കാൻ പോകണ്ടെന്ന്. എന്നിങ്ങനെ നോക്കാൻ പോകുമ്പോൾ അവിടെയുള്ള ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ആവുകയാണ്. എന്തായാലും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഹാന അതിന്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ ആ പിശാചിനെ ഇപ്പൊ അവള് കാണുന്നില്ല. പകരം അവിടെ ഉണ്ടായിരുന്ന സോഫയിൽ ഒരുത്തൻ ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൈക്കുഞ്ഞുമായിട്ട് ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ ഹാനയുടെ അമ്മയായിട്ടുള്ള റേച്ചലാണ്. ഇപ്പൊ റേച്ചൽ അങ്ങോട്ടേക്ക് വന്നിട്ട് അവരുടെ മൂത്ത മകളായിട്ടുള്ള പിങ്ങിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിങ് എവിടെയാണ് നീ എന്താ വിളിയേക്കത്? കുറച്ചേരം വിളിച്ചിട്ട് അവളെ കാണാതായപ്പോ ഇപ്പൊ പെട്ടെന്ന് തന്നെ റേച്ചൽ അച്ഛനും അമ്മയും വിളിക്കുകയാണ്, കാര്യങ്ങൾ പറയാണ്. പിങ്ങിനെ കാണാനില്ല എന്ന്. ആകെ പേടിച്ചു പോയ നമ്മുടെ ഹാന പെട്ടെന്ന് തന്നെ തല പിന്നിലേക്ക് വലിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, മുത്തശ്ശി സത്യം പറ, ആരാണ് ഈ പിങ്? അവൾക്ക് എന്താ പറ്റിയത്? ഞാൻ നേരിട്ട് കണ്ടത് മുത്തശ്ശിയും അതുപോലെ തന്നെ മുത്തശ്ശിനിയും പിന്നെ എന്റെ അമ്മയാണ്. ആ അടുത്ത് സോഫയിൽ കിടക്കുന്നത് ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി ഒന്നും പറയുന്നില്ല. വല്ലാത്തൊരു ഭയത്തിൽ അവരങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജോഡും ആ ഒരു ഹോളിലൂടെ ഉള്ളിലേക്ക് നോക്കുന്നുണ്ട്. അപ്പൊ കാണുന്ന കാഴ്ച എന്താ വെച്ചാല് ആ മനുഷ്യൻ ഇപ്പോഴും ആ ഒരു സോഫയിൽ തന്നെ കിടക്കുകയാണ് ബോധമില്ലാതെ. എന്നാൽ അതിന്റെ ബേക്കിൽ ഉണ്ടായിരുന്ന ആ ഒരു ചെറിയ ഹോളിന്റെ ഉള്ളിൽ വെച്ചിട്ട് മുത്തശ്ശനുണ്ടല്ലോ ഇവർ അന്വേഷിച്ച് നടന്ന് പിങ്ങിനെ കണ്ടുപിടിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ നിന്നും അവളെ പുറത്തേക്ക് എടുത്ത സമയത്ത് അവളുടെ വായിന്ന് മൂക്കുന്നൊക്കെ ചോര പുറത്തേക്ക് ഒലിക്കുന്നുണ്ടായിരുന്നു. അതായത് ആ ഒരു കുട്ടി മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന റേച്ചല് ആ ഒരു ബെഡിൽ കിടക്കുന്ന, അതായത് സോഫയിൽ ബോധമില്ലാതെ കിടക്കുന്ന അവരുടെ ഹസ്ബൻഡിനോട് പറയാണ്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒന്ന് എഴുന്നേൽക്ക് പ്ലീസ്, എന്റെ മോള് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും അയാൾ കേൾക്കുന്നില്ല. അയാൾ ഒരു ബോധമില്ലാതെ കിടക്കുകയാണ്. ഇപ്പൊ പെട്ടെന്ന് ജൂഡിനെ മുത്തശ്ശി പിറകിലേക്ക് വലിക്കുകയാണ്. ഇനി അതിന്റെ ഉള്ളിലേക്ക് നോക്കണ്ട, നിങ്ങളൊന്നും കാണണ്ടെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഇവരെ തടുക്കുകയാണ്. ഇതേ സമയത്തിന് ജൂഡ് മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് അറിയണം അവിടെ ആ ഒരു സോഫയിൽ കിടക്കുന്നത് ആരാണ്, അത് ഞങ്ങളുടെ അച്ഛനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു സ്ത്രീ ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ മുത്തശ്ശന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇയാൾ നേരെ പോകുന്നത് റേച്ചലിനെ കാണാനായിട്ട് ആശുപത്രിയിലേക്കാണ്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് അവിടെ റേച്ചൽ ഉണ്ടായിരുന്നില്ല.
മാത്രമല്ല അവള് നേരത്തെ തന്നെ ഇറങ്ങി ഓടിയല്ലോ. എങ്ങോട്ടേക്ക്? പിള്ളേരെ തേടിക്കൊണ്ട് അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും ഈ വീട്ടിലേക്ക് തന്നെ. ഇതേ സമയത്ത് തന്നെ ആ ഒരു വീട്ടില് അവസാനം മുത്തശ്ശി കാര്യങ്ങളൊക്കെ തുറന്നു പറയാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, അതായത് റേച്ചലിന്റെ കയ്യില് ആ കുട്ടി അത് മറ്റാരുമല്ല നമ്മുടെ ഹാന തന്നെയാണ്. ആ ദിവസം വീട്ടില് ആരും ഉണ്ടായിരുന്നില്ല. ഞാനും ഉണ്ടായിരുന്നില്ല, നിങ്ങളുടെ അപ്പൂപ്പനും ഉണ്ടായിരുന്നില്ല, നിങ്ങളുടെ അമ്മ റേച്ചലും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് നിന്റെ മൂത്ത ചേച്ചിയായിട്ടുള്ള പിങ്ങും അതുപോലെ തന്നെ നിന്റെ അച്ഛനുമായിരുന്നു. നിന്റെ അച്ഛൻ നന്നായിട്ട് ചിത്രം വരക്കുമായിരുന്നു. അതുപോലെ തന്നെ നിന്റെ മൂത്ത ചേച്ചി പിങ്ങിന് ചില ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ചധികം വികൃതമായിരുന്നു അവളുടെ ആ ഒരു ശരീരം. അതുപോലെ തന്നെ തീരെ ആരോഗ്യമില്ലായിരുന്നു നിന്റെ മൂത്ത ചേച്ചി. അങ്ങനെ ആരുമില്ലാത്ത ആ ഒരു ദിവസം അവൾ താഴേക്ക് ഇറങ്ങി വന്നു. മാത്രമല്ല അച്ഛനോട് അവൾ ചോദിച്ചു, അച്ഛൻ നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാന്ന്. ഓക്കെ മോളെ കളിക്കാന്ന് അവനും പറഞ്ഞു. ഇതിനുശേഷം മോള് പോയിട്ട്, അതായത് പിങ് പോയിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്ന ആ ഒരു ചെറിയ മുറിയുടെ ഉള്ളിൽ കയറി വിളിക്കുകയാണ്. ഇതേ സമയത്ത് ഈ ചെങ്ങായി ആണെങ്കിൽ നന്നായിട്ട് മദ്യപിച്ചു. ഇവൻ ആ ഒരു സോഫയിൽ കിടന്ന് ബോധം കിട്ട് ഉറങ്ങുകയും ചെയ്തു. എന്നാൽ കുറെ നേരം വിളിക്കാനായിട്ട് ആ ഒരു മുറിയിൽ കിടന്നിരുന്ന പിങ് അവിടെ ഉണ്ടായിരുന്ന എന്തോ എലിവിഷോ അങ്ങനെ എന്തോ ഒരു കാര്യം എടുത്ത് കുടിച്ചു. അവള് മരണപ്പെട്ടു പോയി. അതെങ്ങനെയാ അവൾ ആ ഒരു എലിവിഷം എടുത്ത് കുടിച്ചെന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ മുത്തശ്ശി പറയാണ്, അത് പല തവണയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതായിട്ട് അവളെ കണ്ടിട്ടുണ്ടാവണം, അതുകൊണ്ടായിരിക്കും അവൾ കുടിച്ചിട്ടുണ്ടാവുക. അതുപോലെ ഞങ്ങളുടെ അച്ഛനെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ മുത്തശ്ശി പറയാണ്, അവൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അവൻ കാരണമാണല്ലോ ആ ഒരു മോള് മരിച്ചുപോയത്. ആ വിഷമം അവന് താങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവൻ വെടിവെച്ച് മരിച്ചതാണ്, ആത്മഹത്യ ചെയ്തതാണ്. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു കാര്യങ്ങൾ മുഴുവൻ മുത്തശ്ശി ഇവരോട് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അന്ന് ആ ഒരു മോളുണ്ടല്ലോ, അതായത് ഇവരുടെ മൂത്ത ചേച്ചി പിങ്ങിന്റെ മൂക്കിൽ നിന്ന് രക്തം വരുന്നതായിട്ട് ഇവർ കണ്ടു എന്ന് പറഞ്ഞില്ലേ, അതേ രീതിയിൽ തന്നെ ഇപ്പൊ ജൂഡിന്റെ മൂക്കിൽ നിന്നും പതിയെ പതിയെ രക്തം വരാൻ തുടങ്ങുകയാണ്. ഇത് കണ്ടുപിടിച്ച ഹാന വേഗം തന്നെ ഇവനെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, ഒരു വണ്ടി വിളിക്കുന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. എപ്പോഴും കൊടുക്കുന്നത് പോലെ ആ ഒരു പാല് കൊണ്ടുവന്നിട്ട് അവനോട് കുടിക്കാൻ വേണ്ടി പറയാണ്. ഇനി ഈ ഒരു അവസ്ഥയിൽ പാല് കുടിക്കാൻ ആരെങ്കിലും നോക്കോ? അവനത് വേണ്ടാന്ന് പറയുന്നുണ്ട്. ഇനി ഈ സമയത്ത് മുത്തശ്ശി ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവുകയാണ്. കുടിക്കടാ 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 എന്ന് പറഞ്ഞിട്ട് അവന്റെ വായിലേക്ക് നിർബന്ധിച്ച് അത് ഒഴിച്ചു കൊടുക്കാൻ നോക്കുകയാണ്. പിള്ളേർ ഇതിനെ തടുക്കാൻ നോക്കുന്നുണ്ട്. ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ട്. എന്നിട്ട് ഉറക്കനെ വിളിച്ച് പറയാണ്, നിർത്ത് നിങ്ങളുടെ ഈ ഒരു പ്രാന്ത്. ഇനി മേലാൽ എന്റെ കുഞ്ഞുങ്ങളുടെ മേത്ത് കൈ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ വിട്ടേക്ക്, എന്നെയും എന്റെ മക്കളെ എന്റെ പാട്ടിന് വിട്ടേക്ക്. വന്നത് ആരായിരിക്കും? മറ്റാരുമല്ല, ഇവരുടെ അമ്മ തന്നെ, റേച്ചല് തന്നെ. എന്തായാലും പിള്ളേരെയും കൂട്ടി റേച്ചല് പോകാൻ നോക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശി അതിന് സമ്മതിക്കുന്നില്ല. മോളെ നീ എങ്ങോട്ടേക്ക് പോകുന്നത്? ഇവിടുന്ന് പോവല്ലേ, എത്രയോ വർഷമായിട്ട് നിന്റെ ആ ഒരു മുറി ഒന്നും ചെയ്യാതെ ഞങ്ങൾ നോക്കി വെക്കുന്നില്ലേ, നീ ഇവിടുന്ന് പോകരുത് എന്നൊക്കെ പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അപ്പൂപ്പനും വന്നിട്ടുണ്ട്. ഇപ്പൊ റേച്ചല് പറയാണ്, ഇവിടെ നിൽക്കാനോ? എന്ത് ധൈര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ താമസിക്കുക? ഒരുപാട് വർഷമായിട്ട് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. എന്റെ ഭർത്താവിന് അന്ന് ശരിക്കും എന്താ സംഭവിച്ചത്? അയാള് സ്വയം ആത്മഹത്യ ചെയ്ത് തന്നെയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ? എന്തായാലും ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞങ്ങൾ ഇവിടുന്ന് പോകണം. ഇതേ സമയത്ത് തന്നെ ജോഡ് വീണ്ടും ഛർദ്ദിക്കാൻ തുടങ്ങുകയാണ്. രക്തം വരുന്നുണ്ട് മൂക്കിൽ നിന്നും. ഇതെന്താ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഹാന പറയാണ്, അറിയില്ല അമ്മേ, ദാ ആ പാല് കണ്ടോ? അതിങ്ങനെ മുത്തശ്ശി കുടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്തായാലും ഈ വീട്ടിലേക്ക് വന്ന് ആ ഒരു പാല് കുടിക്കാൻ തുടങ്ങിയതിൽ പിന്നെയാണ് ഇവൻ ഇങ്ങനെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്, മൂക്കിന്ന് രക്തം വരാനൊക്കെ തുടങ്ങിയത്. അതിലെന്താന്നൊക്കെ ഇപ്പൊ ഹാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി ഒന്നും പറയുന്നില്ല. എന്നാ പിന്നെ ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹാൻ ആ ഒരു പാലെടുത്ത് കുടിക്കാൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ മുത്തശ്ശി വന്നിട്ട് ഇത് തട്ടിത്തെറിപ്പിച്ച് കളയാണ്. ഇത് നീ കുടിക്കാൻ പാടില്ല, ഇത് നിന്റെ അനിയന് മാത്രമാണ്. അവൾ അത് കുടിക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഇവർക്കൊരു കാര്യം മനസ്സിലായി. അതായത് ആ പാലിൽ വിഷം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹാനയുടെ ആ ഒരു മൂത്ത ചേച്ചി ഉണ്ടല്ലോ പിങ്, അതായത് ആ ഒരു പെൺകുട്ടി മരിക്കുന്നതിന് മുന്നേ ആയിട്ട് പല തവണയായിട്ട് മൂക്കുന്ന രക്തം വരാറുണ്ടായിരുന്നു, വായിക്കൂടെ ഛർദ്ദിക്കാറുണ്ടായിരുന്നു, എല്ലാ രക്തമാണ്. ഇതിനെല്ലാത്തിനും കാരണം ആ മുത്തശ്ശി അവൾക്ക് എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു പാലായിരുന്നു. അതിൽ ചെറിയ രീതിയിൽ വിഷം ഉണ്ടായിരുന്നു. പയ്യെ പയ്യെ അവരെ കൊല്ലുമായിരുന്നു. അതേ രീതിയിൽ തന്നെ മുത്തശ്ശി ഇപ്പൊ ജൂഡിനെയും കൊല്ലാൻ വേണ്ടി നോക്കുകയാണ്. എന്തിനായിരിക്കും? അതായത് ഈ മുത്തശ്ശിക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കണം, കാണാൻ നല്ല ലുക്ക് ഉണ്ടാവണം. എന്നാൽ മൂത്ത പെൺകുട്ടിയായിട്ട് പിങ് ജനിച്ച പാട് തന്നെ അവളുടെ മുഖത്ത് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. സാധാരണ കുട്ടികളെ പോലെ ആയിരുന്നില്ല. അത് ഈ മുത്തശ്ശിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. വളരും തോറും പിങ്ങിന്റെ ആ ഒരു രൂപത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി. സോ അതുകൊണ്ട് തന്നെ മുത്തശ്ശി ആ ഒരു ഭംഗി അവൾക്ക് ഇല്ലാത്തത് കൊണ്ട് അവളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. ഇതുപോലെ തന്നെ പിങ്ങിന് പല തവണയായിട്ട് പാലിൽ വിഷം കലർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ആ ഒരു ചെറിയ മുറിയുടെ ഉള്ളിൽ വെച്ചിട്ട് ആ ഒരു വിഷം ഏറ്റവും ടോപ്പിലെത്തിയ സമയത്ത് ചോര ഛർദ്ദിച്ചുകൊണ്ട് പിങ് മരണപ്പെട്ടതാണ്. അപ്പൊ അവളുടെ ആ ഒരു മരണത്തിന് കാരണം ശരിക്കും ഈ മുത്തശ്ശി തന്നെയാണ്. അപ്പൊ എന്തിനാണ് ജോഡിനെയും ഇതുപോലെ കൊല്ലാൻ നോക്കുന്നത്? കാരണം എന്താ? ജോഡിന്റെ ഒരു കാലിന് ചെറിയ പ്രശ്നമുണ്ട്. ഒരു പെർഫെക്റ്റ് അല്ലാത്ത, അതായത് മുത്തശ്ശിയുടെ കണ്ണിൽ പെർഫെക്റ്റ് അല്ലാത്തൊരു കുട്ടി ആയതുകൊണ്ട് അവനെയും കൊല്ലാൻ ശ്രമിക്കുകയാണ്. വല്ലാത്തൊരു മൈൻഡ് സെറ്റ് അതിനകത്ത് അളകിയ. ഇതേ സമയത്ത് തന്നെ ഈ ഒരു മുത്തശ്ശി പറയുന്നുണ്ട്, ഇതെല്ലാം ഒരു ശാപമാണ്. നിന്റെ ഇളയ കുഞ്ഞ് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞ് ഇതെല്ലാം ഈ കോലത്തിൽ ജനിക്കാൻ കാരണം നിന്റെ കെട്ടിയോനാണ്. അവൻ ഈ ഒരു വീട്ടിലേക്ക് വന്നപ്പോ തന്നെ പല ശാപങ്ങളും ഈ ഒരു വീട്ടിലേക്ക് വന്നു. നശിച്ചൊരു ജന്മം. ഇപ്പൊ റേച്ചൽ പറയാണ്, എന്റെ കുഞ്ഞുങ്ങൾ ഈ രീതിയിലാകാനുള്ള കാരണം എന്റെ ഭർത്താവല്ല, അതിനൊക്കെ കാരണം നിങ്ങളാണ്. നിങ്ങളെപ്പോലെയുള്ള രണ്ട് മാതാപിതാക്കൾക്ക് ഞാൻ ജനിച്ചില്ലേ? ഇത്രയും ക്രൂര മനസ്സുള്ള നിങ്ങൾക്കൊക്കെ ഞാൻ ജനിച്ചില്ലേ? അതിന്റെ ആ ഒരു ശാപം കൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ വരുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനി എന്നെ അന്വേഷിച്ചോ എന്റെ കുഞ്ഞുങ്ങളെ അന്വേഷിച്ചോ നിങ്ങൾ വരാൻ പാടില്ല, ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഈ റേച്ചില് രണ്ട് കുഞ്ഞുങ്ങളെയും ഹാനിയും ജൂഡിനെയും കൂട്ടിയിട്ട് ഇവിടുന്ന് പോവാണ്. എന്നാൽ ഇവർ ഈ ഒരു വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഈ ഒരു മുത്തശ്ശി വല്ലാതെ തളർന്ന് വീണ് പോവാണ്. അവർക്ക് ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. എന്തായാലും നമ്മുടെ റേച്ചലിന് കുഞ്ഞുങ്ങളുടെ ഭാവിയാണ്, അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വമാണ് ഏറ്റവും വലുത്. രണ്ടുപേരെയും കൂട്ടിയിട്ട് അവരുടെ ആ ഒരു വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ മകന്റെ കൈ പിടിച്ചിട്ട് ഇപ്പോ റേച്ചൽ ഒരു കാര്യം പറയുന്നുണ്ട്, മോനെ അച്ഛനെ കുറിച്ച് പല കാര്യങ്ങളും ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു, നന്നായിട്ട് ചിത്രം വരയ്ക്കും.
ആ ഒരു കഴിവ് തന്നെയാണ് ജൂഡെ നിനക്ക് കിട്ടിയുള്ളത്. ഭാവിയിൽ നീയും വലിയൊരു കലാകാരനായിട്ട് മാറും. ഇതേ സമയത്ത് തന്നെ ഹാന പറയാണ്, അമ്മേ ഞങ്ങൾ അവിടെ ഒരു ഹോള് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അതിലൂടെ പല രഹസ്യങ്ങളും ഞങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി. എന്നാലും ഇപ്പോഴും ചില കാര്യങ്ങളിൽ വ്യക്തത നമുക്ക് കിട്ടിയിട്ടില്ല. അമ്മ എപ്പോഴെങ്കിലും ആ ഒരു ഓട്ടോ കണ്ടിട്ടുണ്ടോ, അതിന്റെ ഉള്ളിൽ ആ ഒരു കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ റേച്ചലിനോട് ചോദിക്കുമ്പോൾ റേച്ചൽ പറയാണ്, നിങ്ങൾ പറയുന്നത് പോലെ അതിന്റെ ഉള്ളിലൂടെ ഞാനൊരു കാര്യം കണ്ടിട്ടില്ല. പക്ഷെ എന്നോട് ആ ഒരു വീട് വിട്ട് പോകാൻ പറഞ്ഞത് ആ ഒരു ഹോളാണ്, അതിന്റെ ഉള്ളിൽ ആ ഒരു ശബ്ദമാണ്. അങ്ങനെ മക്കളോട് കാര്യങ്ങളൊക്കെ റേച്ചൽ പറഞ്ഞിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇപ്പൊ അപ്പൂപ്പനെയും അമ്മൂമ്മയും കാണിക്കുകയാണ്. അമ്മൂമ്മ വീണ്ടും ആ ഒരു ഹോളിൽ നിന്നും ശബ്ദം കേട്ട് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാണ്. കാരണം അപ്പൂപ്പനെ ആ ഒരു ശബ്ദം കേൾക്കാൻ പറ്റാത്തതുള്ളൂ, അമ്മൂമ്മക്ക് കേൾക്കാം. ഇതേ സമയത്ത് തന്നെ ഈ അപ്പൂപ്പന് ഒരു കോള് വരുന്നുണ്ട്. വിളിക്കുന്നത് ഇയാളുടെ കൂടെ പണ്ട് വർക്ക് ചെയ്ത ആ ഒരു പോലീസുകാരനായിരുന്നു. ഇയാളിപ്പോ വിളിച്ചത് മറ്റൊരു കാര്യം അപ്പൂപ്പനോട് പറയാനാണ്. അതായത് CCTV വിഷ്വൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് ആ ഒരു പണക്കാരനായിട്ടുള്ള ആളുണ്ടല്ലോ, ഞങ്ങൾ പറഞ്ഞ ആള്, അവനല്ല നിന്റെ മകളുടെ ആ ഒരു വണ്ടിയിൽ ആക്സിഡന്റ് ആക്കിയത്, അത് മറ്റൊരാളാണ്. ഇപ്പൊ നിലവിൽ വേറൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇത്രയും ദിവസം സംശയിച്ച ആ മനുഷ്യൻ റോഡിൽ കത്തിക്കരിഞ്ഞു കിടക്കുന്നുണ്ട്. മാത്രമല്ല ആ ഒരു പയ്യന്റെ മരണത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയം നിന്നെയാണ്. അതുകൊണ്ട് വേഗം സ്റ്റേഷനിലേക്ക് വന്നേന്ന് ഈ അപ്പൂപ്പനോട് പറയണം. ഇതേ സമയത്തിന് അമ്മൂമ്മ ആ ഒരു ഹോളിന്റെ ഉള്ളിൽ നിന്നും ശബ്ദം കേട്ട് താഴേക്ക് പതിയെ വരുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ഹോളിന്റെ അടുത്തേക്കല്ല പിന്നീട് ഈ ഒരു മുത്തശ്ശി പോകുന്നത്. അവിടെ തന്നെ സോഫയുടെ അടുത്ത് ചെറിയൊരു മുറി ഉണ്ടായിരുന്നില്ലേ, ആ മുറിയുടെ വാതിൽ തുറക്കാനാണ്. ആ വാതിൽ തുറന്ന ഉടനെ തന്നെ ഇതിന്റെ ഉള്ളിൽ നിന്നും നമ്മൾ ഇത്രയും നേരം കണ്ട ആ ഒരു പെൺകുട്ടി, പിശാചാണെന്ന് കരുതിയ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അതായത് പിങ്, അവള് പതിയെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരികയാണ്. മുത്തശ്ശി പറഞ്ഞതുപോലെ പാല് മുഴുവൻ ഞാൻ കുടിച്ചു. അന്ന് ഈ മുറിയുടെ ഉള്ളിൽ വെച്ചിട്ട് ആ പാല് മുഴുവൻ ഞാൻ കുടിച്ചു. എന്തായാലും എനിക്ക് എന്റെ മുത്തശ്ശി ഭയങ്കര ഇഷ്ടമാണ്. വാ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ പിടിക്കാൻ പോവാണ്. മുത്തശ്ശിയാണെങ്കിൽ പേടിച്ച് പിന്നിലേക്ക് നടക്കുകയാണ്. എന്നാൽ ഒരു കുട്ടി രൂപമാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിട്ട് മുത്തശ്ശി ഇറക്കി പിടിക്കുകയാണ്. ആ സമയത്ത് ആ സ്ത്രീയുടെ ആ ഒരു എന്താ പറയാ മാനസികാവസ്ഥ എന്തായാലും പേടിച്ചൊരു പരിവായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു രൂപത്തെ അവർ തള്ളി മാറ്റുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ രൂപം മുത്തശ്ശിയുടെ ദേഹത്തേക്ക് ഒരുപാട് അധികം ചോര ഛർദ്ദിച്ചിടുകയാണ്. മുത്തശ്ശി ഇപ്പൊ നിലത്തേക്ക് കമന്നടിച്ച് വീഴുന്നുണ്ട്. ഇതേ സമയത്താണ് അപ്പൂപ്പൻ അങ്ങോട്ടേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ മുത്തശ്ശി വീണ് കിടക്കുന്നുണ്ടല്ലോ, അവരുടെ തൊട്ടപ്പുറത്തായിട്ട് ഒരു കുപ്പി കാണുന്നുണ്ട്. എലിവിഷായിരുന്നു അത് ഓൾറെഡി ഈ ഒരു മുത്തശ്ശി കുടിച്ചിട്ടുണ്ട്. കുടിപ്പിച്ചതായിരിക്കും ആ ഒരു ആത്മാവ്. അതുപോലെ പെട്ടെന്ന് ഈ മുത്തശ്ശിയുടെ ആ ഒരു രൂപം ഉണ്ടല്ലോ, അത് മറ്റൊരു രൂപത്തിലേക്ക് മാറുകയാണ്. അതായത് റേച്ചലിന്റെ ഹസ്ബൻഡിന്റെ ആ ഒരു രൂപത്തിലേക്ക്, വല്ലാത്തൊരു പിശാചിന്റെ കോലത്തിലേക്ക്. അപ്പൂപ്പനൊന്നും നോക്കിയില്ല, കയ്യിൽ ഗണ്ണുണ്ടായിരുന്നല്ലോ, അത് വെച്ച് ഈ ഒരു ആത്മാവിനെ വെടിവെച്ച് നശിപ്പിക്കാൻ നോക്കുകയാണ്. എന്നാൽ ബുള്ളറ്റ് ചെന്ന് കയറിയത് മുത്തശ്ശിയുടെ ദേഹത്തേക്കായിരുന്നു. ആത്മാവാണെന്ന് കരുതി വെച്ചത് മുത്തശ്ശിയുടെ നെഞ്ചിലേക്ക് തന്നെ കൊള്ളുകയാണ്. സോ ഈ ഒരു മുത്തശ്ശി അപ്പൂപ്പന്റെ കൈ കൊണ്ട് തന്നെ മരണപ്പെട്ടു എന്നറിഞ്ഞ സമയത്ത് അപ്പൂപ്പന് ആ ഒരു വിഷമം താങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പൂപ്പനും സ്വയം വെടിവെക്കുകയാണ്, മരണപ്പെടുകയാണ്, ആത്മഹത്യ ചെയ്ത് കളയാണ്. ഒരു വല്ലാത്ത ജീവിതം തന്നെയല്ലേ, ഓരോരോ കഴപ്പേ. എന്തായാലും സിനിമ തീരുന്നതിന് മുന്നേ മറ്റൊരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട്. ആ ഒരു ദിവസം എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചതെന്ന്. ഇതുപോലെ അച്ഛന്റെ കൂടെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി, അതായത് പിങ്, നേരെ ആ ഒരു മുറിയിൽ പോയിട്ട് വിളിച്ചു. ഇതിനുശേഷം ഇവരുടെ അച്ഛനുണ്ടല്ലോ, കള്ളു പിടിച്ച് ഒരു ബോധവും ഇല്ലാതെ അവിടെ പോയിട്ട് കിടക്കുകയുണ്ടായിരുന്നത്. ഈ കുട്ടിയാണെങ്കിൽ ഒരുപാട് നേരം ആ ഒരു മുറിയിൽ കിടന്നിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു, അച്ഛാ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇയാൾക്ക് ബോധം ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടിയുടെ ആ ഒരു വിളി കേട്ടില്ല. കുറച്ചു കഴിഞ്ഞു ഇതുപോലെ മുത്തശ്ശനും അതുപോലെ തന്നെ മുത്തശ്ശി എല്ലാവരും വന്നു. കുട്ടി അതിന്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിക്കുകയാണ്. ചോരെല്ലാം ഛർദ്ദിച്ച് കുട്ടി ഒരു പരുവായിട്ടുണ്ട്. അതുപോലെ തന്നെ ആകെ ടെൻഷനായ ഈ ഒരു മുത്തശ്ശി അതുപോലെ തന്നെ നമ്മുടെ റേച്ചൽ രണ്ടുപേരും കൂടെ കുട്ടിയെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയ സമയത്ത് നമ്മുടെ അപ്പൂവിന് വല്ലാതെ ദേഷ്യം വന്നു. ഈ കഴിവിട്ട നാറി കാരണമാണല്ലോ എന്റെ കുഞ്ഞിന് ഇന്ന് സംഭവിച്ചത്. അപ്പൂവിന് ഓൾറെഡി നമുക്കറിയാലോ ആള് ഭയങ്കര ടെററാണ്. ഇയാൾ എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മദ്യത്തിന്റെ കുപ്പി എടുത്ത് ഇവന്റെ മുഖത്തേക്ക് അങ്ങ് ഒഴിക്കുകയാണ്. മുടി പിടിച്ച് തൂക്കിയെടുക്കുകയാണ്. കാണാൻ നായി എന്ന് പറഞ്ഞിട്ട് അവനെ വെടിവെച്ച് കൊല്ലാൻ നോക്കുമ്പോൾ ഈ അപ്പൂപ്പന്റെ കയ്യിൽ നിന്നും ഒരാൾ ഗണ്ണ് മേടിച്ച് അവനെ വെടിവെച്ച് സ്പോട്ടിൽ തന്നെ കൊന്നുകളയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ റേച്ചൽ തന്നെയാണ്. ശരിക്കും ആ ഒരു കാര്യം കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോ. എന്തായാലും തന്റെ മകളെ പിന്നീട് രക്ഷപ്പെടുത്താൻ വേണ്ടി അപ്പൂപ്പനുണ്ടല്ലോ അവളുടെ കയ്യിൽ നിന്നും ആ ഒരു ഗണ്ണ് മേടിച്ചിട്ട് അവന്റെ കയ്യിൽ തന്നെ വെച്ചു കൊടുക്കുകയാണ്. അതായത് അവൻ ആത്മഹത്യ ചെയ്ത രീതിയിൽ ആക്കി വെക്കുകയാണ്. എന്തിനായിരിക്കും റേച്ചൽ അവനെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ടുണ്ടാവുക? അവന്റെ ആ ഒരു കഴിവുകേട് കാരണം, അവന്റെ ആ ഒരു കുടി കാരണമാണല്ലോ കുഞ്ഞിനെ അവന് ശ്രദ്ധിക്കാൻ പറ്റാതെ പോയത്. ഇതുപോലൊരു തന്ത ഇനി ആവശ്യമില്ല. അവളുടെ ആ ഒരു ദേഷ്യവും എല്ലാം കൂടി ആയിട്ടാണ് അവള് വെടിവെച്ച് കൊന്നു കളഞ്ഞത്. ആരെ? അവളുടെ ഹസ്ബൻഡിന്. പിന്നെ മറ്റൊരു കാര്യം കൂടെ സിനിമയുടെ അവസാനം കാണിക്കുന്നുണ്ട്. നമ്മുടെ ഹാന അവളുടെ ആ ഒരു വീട്ടിലാണ് സമാധാനമായിട്ട് ഉറങ്ങുകയാണ് കേട്ടോ. ഇപ്പൊ അവളുടെ കൈ പിടിച്ചിട്ട് ആരും ഒരാൾ കിടക്കുന്നുണ്ട്. അത് മറ്റാരും എല്ലാം മരിച്ചു പോയിട്ടുള്ള ഒരു പിങ് തന്നെയാണ്. തന്റെ അനിയത്തി ഒരു താരാട്ടുപാട്ട് പാടി അവൾ അങ്ങനെ ഉറക്കുന്നുണ്ട്. ഈ ജൂഡുമായിട്ട് അത്ര ബന്ധമില്ലാത്തെന്താ വെച്ചാല് അവനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. പിങ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് ഈ ഹാനയാണല്ലോ. അവൾ കുഞ്ഞായിരുന്നല്ലോ. ആ ഒരു സമയത്ത് അവൾ ഒരുപാട് താലോലിച്ചിട്ടുണ്ട്. ആ ഒരു ഓർമ്മയിലായിരിക്കണം ആ ഒരു ആത്മാവ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. കഥ ഇഷ്ടമായോ? ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.